അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ ഈ നാടകത്തെക്കുറിച്ചുള്ള ആദ്യമായിട്ടുള്ളൊരു നാടകത്തിനെ കുറിച്ചുള്ളൊരു നാടകം എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എന്താ തോന്നുന്നത്, നാടകം എന്നുള്ളൊരു സാധനം മനസ്സിലേക്ക് അകത്തേക്ക് കടക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു അനുഭവമായിട്ട് എന്താ പറയാനുള്ളത്? അതിൽ ഈ നിമിത്തങ്ങളിലൊന്നും വിശ്വാസം അങ്ങനത്തെ സംഭവം ഇല്ലെങ്കിൽ പോലും ഞാൻ എങ്ങനെയാണെങ്കിലും നാടകത്തിലേക്ക് എത്തിപ്പെടുന്നുള്ളൊരു ആ ഒരു വഴിയാണ് എൻ്റെ ഒരു നാടകയാത്ര എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ പോയായിരുന്നെങ്കിലും നാടകത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടക്കം നാടകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ സ്കൂൾ വാർഷികത്തിന് ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ മോനിക്കുട്ടി ടീച്ചർ മരിച്ചുപോയി. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറമ്മ എന്ന് വിളിക്കാവുന്ന ഒരു മോനിക്കുട്ടി ടീച്ചറാണ് ചെമ്പകുലി സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ ടീച്ചർ ഒരു ചെറിയ സ്ക്രിപ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളായിട്ടിരുന്ന CP സോം സാറിൻ്റെ മകള് രാജിയൊക്കെ ഉണ്ട് നാടകത്തിൽ. അന്ന് ഞങ്ങളുടെ കൂടെ അവിടെ പഠിച്ചാണ്. അപ്പോൾ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ EMS ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന രതീഷിന് വെച്ചിട്ട് ഒരു റോള് ടീച്ചർ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാം ക്ലാസ്സാണെന്ന് ആലോചിക്കണം കേട്ടോ. ഞങ്ങൾ കുട്ടികളി കളിക്കുകയാണ്. അപ്പം ഞാനവിടെ മൂലയ്ക്ക് മാറി ഇരുന്ന് കളിക്കുകയാണ്. അപ്പം എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ സാധനം എങ്ങനെ വന്നിട്ട് രതീഷിനെ കുറിച്ച്, രതീഷ് ക്ഷമിക്കണം കേട്ടോ, കാരണം രതീഷ് ഇത് കേൾക്കും, രതീഷ് മോശം നടനാണെന്ന് അല്ല പറയുന്നത്. അപ്പോൾ പറയിപ്പിക്കുന്നത് ടീച്ചർ പറഞ്ഞത് ശരിയാവണില്ല. ഒരു വല്യച്ഛന്റെ വല്യമ്മയുടെ റോളായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ഇത് ടീച്ചർ പറയുന്ന സാധനം ഞാൻ എന്നെ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എനാക്ട് ചെയ്യാൻ ഈ സാധനം. അപ്പൊ ടീച്ചർ ഒന്ന് ജയേഷ് ഇങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ നല്ല രതീഷിനെ മാറ്റി നിർത്തിയിട്ട് ഈ മുത്തച്ഛന്റെ റോളിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഈ സ്ഥലത്ത് അച്ഛൻ മരിച്ച കുട്ടികളെ അമ്മ വളർത്തുന്നതായിട്ടായിരുന്നു. അപ്പൊ അത് പിന്നെ മാറ്റി എന്ത് ചെയ്തു, അമ്മ മരിച്ച കുട്ടികളെ അച്ഛൻ വളർത്തുന്നതായിരുന്നു. അപ്പൊ അച്ഛനും മുത്തച്ഛനും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന റോള് മുത്തശ്ശിയായി. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുത്തശ്ശിയായിട്ടാണ് ഞാൻ സ്റ്റേജിൽ മുത്തശ്ശിയായിട്ടാണ് കയറുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ എന്നെ അല്ല ഡയറക്റ്റ് കാസ്റ്റ് ചെയ്ത് പിന്നെ ആകസ്മികമായിട്ട് ഞാനിങ്ങനെ പോണാണ്. അപ്പൊ എന്റെ കൂടെ അന്ന് ആ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്ന ബിനിത എന്ന് പറഞ്ഞിട്ടൊരു സഹപാഠി ഉണ്ടായിരുന്നു. ബിനിത ഇപ്പൊ ബിനിതന്റെ പ്രൊഫഷൻ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹൈസ്കൂൾ വരെ ഉണ്ടായിരുന്നുള്ളൂ, +2 നമ്മൾ ഇവിടെ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ പുളിക്കക്കാട് ഭാഗത്തായിരുന്നു അവരുടെ വീട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കുറുമ്പലങ്കോട് സ്കൂളിലേക്ക് പോയി. അവിടെ ഒരു സുരേന്ദ്രൻ മാഷുണ്ട്. സുരേന്ദ്രൻ മാഷ് ഇതേപോലെ തന്നെ നല്ലൊരു നാടക പ്രവർത്തകനായിരുന്നു. കുറുമ്പലങ്കോട് സ്കൂളിന്റെ ഒക്കെ അന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 1-2 വർഷത്തേക്ക് ഒരു അധ്യാപനം ഉണ്ടാവുള്ളൂ. അദ്ദേഹം ഗവൺമെന്റ് സ്കൂളാണ്, മാറിപ്പോവും. അപ്പോൾ ഈ ബിനിതയുടെ ക്ലാസ് ടീച്ചറാണ് സുരേന്ദ്രൻ മാഷ്. സുരേന്ദ്രൻ മാഷ് ഇങ്ങനെ നാടകത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ എന്നെ ആ മാഷ് അറിയാൻ ഒരു വഴിയില്ല. മാഷ് എന്റെ ക്ലാസ് ടീച്ചറല്ല, എന്നെ ഒരു വിഷയം പഠിപ്പിക്കുന്നില്ല, നാടകമായിട്ടുള്ളൊരു സാധനമില്ല. അപ്പോൾ ഇവർ നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ബിനിത മാഷിനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ജയേഷ് ഉണ്ടായിരുന്നു അവിടെ. ജയേഷ് ഇന്ന് A ക്ലാസ്സിലാണ്, 6 A ക്ലാസ്സിലാണ്. ഇവർ എനിക്ക് 6 B ക്ലാസ്സിലെങ്ങാണ്ടായിരുന്നു, 6 A ക്ലാസ്സിലുണ്ട്. അപ്പോൾ മാഷ് എന്നെ വിളിച്ചുകൊണ്ട് അന്ന് ഞങ്ങൾ കളിച്ച നാടകം ചാത്തുമ്മാന്റെ ചെരുപ്പ്. അന്ന് സ്കൂൾ നാടക വേദികളിലൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ട് മാഷ് കേട്ടിട്ടുണ്ടാവുമായിരിക്കും ചാത്തുമ്മാന്റെ ചെരുപ്പ്. അതിൽ ഞാൻ ചാത്തുമ്മാനായിട്ട് അഭിനയിച്ചു. ഒരു നാടകത്തിന് ഒരു സീരിയസ് അപ്രോച്ച് പറയുന്ന ഒരു സാധനം, ഇതിനൊരു സ്റ്റെപ്പ് ബൈ പ്രോസസ് ഉണ്ട് എന്നൊക്കെ അന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അന്ന് സുരേന്ദ്ര മാഷ് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ ഒരു കഥയാണ്. ആദ്യം കുട്ടികളൊരു കളികളൊക്കെ കളിച്ച് അതിൽ നിന്ന് ഒരു ചാത്തുമ്മാനായി മാറുന്നതും ശരിക്ക് ഇപ്പോഴാലോചിക്കുമ്പോഴാണ് ആ നാടകത്തിന്റെ ശരിയായ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ചാത്തുമ്മാൻ ഒരു കോള് കിട്ടി, കോള് ഒരു ചീഞ്ഞു നാറുന്ന ചെരുപ്പായിരുന്നു കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത്. അന്ന് അതൊന്നും മനസ്സിലായിട്ടില്ല നാടകം കളിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലാകുമ്പോൾ ചാത്തുമ്മാന്റെ ചെരുപ്പിനൊക്കെ വേറെ അർത്ഥതലങ്ങൾ ഉണ്ടെന്നുള്ളത് അപ്പൊ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ നാടകം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ തന്നെ നമ്മുടെ കുറുമ്പലങ്കോട് സ്കൂളാണ്, അവിടുത്തെ ഒരു വായനശാലയ്ക്ക് വേണ്ടിയിട്ട് അവർ ഓണത്തിനൊരു നാടകം ചെയ്തു. ആ നാടകം പെരുന്തച്ഛന്റെ കഥയായിരുന്നു. അന്ന് മാഷിനറിയാം സിജോമോനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അതേ +2 ഉണ്ടായിരുന്ന അതേ കൂട്ടുകാർ അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് തുടങ്ങിയ നാടകയാത്രയാണ്. അങ്ങനെ നാടകം എനിക്കൊരു ട്രാക്ക് ഉണ്ട് എന്ന് എനിക്കൊരു ആത്മവിശ്വാസം തരുന്ന തരത്തിലേക്ക് വന്നു. പിന്നീടാണ് ഹൈസ്കൂളിലേക്ക് എത്തുന്നത്. ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴും പറയാനുള്ളത് വളരെ രസകരമായിട്ടുള്ള അതിശയോക്തി വരും. നമുക്ക് എത്തുമ്പോൾ ചിലപ്പോൾ പൊങ്ങച്ചാണെന്നൊക്കെ തോന്നുമെങ്കിലും അതൊരു യാഥാർത്ഥ്യത കൊണ്ട് അത് പറയണം.
അവിടെ ഒരു നാടകം വന്നു. അവിടുത്തെ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ എരുമുണ്ട വെള്ളിമുറ്റത്തൊക്കെയുള്ള മുമ്പ് നാടകം സ്കൂളിൽ കളിച്ച പൂർവ്വ വിദ്യാർത്ഥികളൊക്കെയാണ് നാടകം പഠിപ്പിക്കുക. അപ്പം അന്നത്തെ നാടകത്തിന്റെ പ്രത്യേകത അറിയാലോ, ഒരു ഒന്നോ രണ്ടോ കഥാപാത്രം ഉണ്ടാവും, ബാക്കിയൊക്കെ കോറസ് ആയിരിക്കും. അതിൽ ഹിമുക്രി എന്ന് പറഞ്ഞ സാധനം എന്തായാലും ഉണ്ടാവും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ അതില് ഞാൻ 8ാം ക്ലാസ്സിലാണ്, ഞാൻ അവിടെ ഏറ്റവും ജൂനിയറാണ്, 8ാം ക്ലാസ്സിൽ. അപ്പൊ ആ ഹിമുക്രിയിൽ ഒരു മുസ്ലിം ക്യാരക്ടർ എനിക്ക് കിട്ടി. അന്ന് നമ്മുടെ ഹൈസ്കൂളിൽ കൊമേഡിയൻ ഉണ്ടായിരുന്നു, ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് കൊമേഡിയൻ, അങ്ങനെ 2 പുരസ്കാരം കൊടുത്തു. അപ്പൊ ഈ നാടകം കഴിഞ്ഞ പ്രതീക്ഷ ഇത് കോറസ് റോളാണ്, ഈ ഹിമുക്രി കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിം ക്യാരക്ടറാണ്. പക്ഷെ നാടകത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഈ ഹിമുക്രിയിൽ കോറസ് ആയിട്ട് നിന്ന് എനിക്കാണ് ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള കഴിവിന്റെ അപ്പുറത്തേക്ക് ഒരു ആത്മവിശ്വാസം നമുക്ക് വന്നുകൂടുമല്ലോ. അപ്പൊ നാടകം എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നു. പിന്നെ 8, 9, 10, 11ാം ക്ലാസ്സിൽ കിട്ടിയില്ല, ബാക്കി 12ാം ക്ലാസ്സിൽ. അങ്ങനെ 4 കൊല്ലവും ആ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അപ്പോൾ 11ലെയും 12ലെയും നാടകം മാഷ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ ഞാൻ ബെസ്റ്റ് ആക്ടറും ആ വർഷത്തെ കലാപ്രദീപം ഞാനായിരുന്നു, ഞാൻ 12ൽ പഠിക്കുമ്പോൾ. അപ്പോൾ മാഷ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഞങ്ങളെ. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഞാൻ നമുക്ക് ക്യാഷ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, കയ്യിൽ കാശൊന്നും വരാത്ത കാലഘട്ടമാണ്. അന്ന് ഒരു 400 രൂപയാണ് അന്ന് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് 100 രൂപ ഞാൻ എടുത്തിട്ട് ബാക്കി 300 വീട്ടിൽ കൊടുത്തു. ഈ 100 രൂപയ്ക്ക് ഞാൻ മുട്ടായി വാങ്ങിയിട്ട് നമ്മുടെ പിന്നെ സഹപാഠികൾക്കും സ്റ്റാഫ് റൂമിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് മാഷിന്, സുരേഷ് മാഷിന് ഞാൻ ഈ മിഠായി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മാഷെ വളരെ അഹങ്കാരത്തോടു കൂടിയാണ് പറയണത്, ഞാൻ 8, 9, 10, 12 4 കൊല്ലം ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. അപ്പൊ മാഷ് പറഞ്ഞ ഡയലോഗ് ഞാൻ പറയണത് മാഷ് പറയണതല്ല. അപ്പൊ പറഞ്ഞു അപ്പൊ എനിക്ക് ഇവിടുത്തെ കുട്ടികളുടെ അഭിനയത്തിന്റെ കഴിവിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് മാഷ് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അവിടെയാണ് ഞാൻ എന്റെ നാടകത്തെക്കുറിച്ച് എന്റെ നാടക ജീവിതത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോഴും സുരേഷ് മാഷിന്റെ പേര് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, നാടകം എന്ന് പറയുന്ന ഒരു വിശാല ലോകത്തെക്കുറിച്ച്. കാരണം അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് മാഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ നാടകത്തിൽ ശബ്ദം മാത്രം കേട്ടിരുന്ന ഒരു നാടക നടന്റെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയ ഒരു ഭാഗ്യം സത്യത്തിൽ സുരേഷ് മാഷ് വരുന്നതാണ്. കാരണം മാഷ് അവിടെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് തന്നെയാണ് ഒരു സംഭവം എയർ ചെയ്തുകൊണ്ടിരുന്നത് ആകാശവാണിയിൽ. അപ്പോൾ അങ്ങനെ നാടകത്തിന് സാധ്യതകളുണ്ട്, നാടകത്തിന് പുറത്തൊരു ലോകമുണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു നാടകത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്താണ് ഈ 12ാം ക്ലാസ്സിലെ നാടകം മാഷാണ്, സുരേഷ് മാഷാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. HS മൺറോയുടെ ഡെത്ത് ട്രാപ്പ് എന്ന് പറഞ്ഞ നാടകം, മരണക്കെണി, അത് നമ്മൾ മലയാളത്തിലേക്ക് ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നമ്മൾ അതാത് സമയത്ത് ആളുകൾക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ചില നാടകങ്ങളൊക്കെ അതുവരെ ചെയ്തുകൊണ്ടിരുന്നതിനത്തേക്ക് അപ്പുറത്തേക്ക് യഥാതഥമായ അഭിനയ രീതികളുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു വിശ്വസാഹിത്യം പരിചയപ്പെടാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതിന് ഒരു ദൃശ്യഭാഷ, അപ്പോൾ നമുക്കറിയാലോ പല പശ്ചാത്തലത്തിലായിരിക്കും. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് കൃതിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ അവിടെ രൂപപ്പെടുത്തുന്നതും സ്കൂളിൽ രൂപപ്പെടുത്തുന്നതും വേറെ തരത്തിലായിരിക്കും. അപ്പോൾ ഒരു രംഗഭാഷ, ഒരു സ്ക്രിപ്റ്റിന് എങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകത്തിൽ മ്യൂസിക്കിന് ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു സാധനം. അന്ന് നമ്മൾ അനൗൺസ്മെന്റിന്റെ അതിന്റെ ചെറിയ സ്ഥലത്ത് നമ്മളൊരു ചെറിയ മാഷ് പ്ലേ ഒക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേത് നമ്മളൊരു ചെണ്ട ഉണ്ടാവുമായിരിക്കാം, അതൊക്കെ ഉണ്ടാവും, ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേ ഉണ്ടാവണം. നാടകത്തിന്റെ തലങ്ങളെ കുറിച്ച് ഒരു ചെറിയ ചിന്ത കയറിയത് മാഷിനെ കുറിച്ച്, സുരേഷ് മാഷിനെ കുറിച്ച് പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് നമുക്കപ്പം മനസ്സിലാവില്ല, മാഷിനെ പുകഴ്ത്തുക എന്നുള്ള രീതിയിൽ കാണണ്ട കേട്ടോ. കാരണം ഞാൻ അതിന്റെ സത്യസന്ധമായി നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും എന്റെ ബേസിൽ അന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ എപ്പോഴും പറയാറില്ല മാഷ് അന്ന് എന്താ പറയണമെന്നുള്ളത് ഞങ്ങൾക്ക് സത്യത്തിൽ മനസ്സിലായില്ല. ഒരുപക്ഷെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം, ഇതെന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഭാഷയുടെ കാര്യത്തിൽ, എന്നെ സംബന്ധിച്ച് ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും നാടകത്തിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നീട് അതിലൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളറിയാതെ തന്നെ മാഷ് ഞങ്ങളുടെ ഉള്ളിലിട്ട് തന്നിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ ബേസ് ഉണ്ടാക്കിയിട്ടാണ്. നാടകത്തിൽ സത്യത്തിൽ സംഭവിച്ച അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിശ്വസാഹിത്യ കൃതികൾ, അതിന്റെ രംഗഭാഷ ഒരുക്കുന്നത്, നമുക്കതുവരെ പരിചയമില്ലാത്ത അംഗചലനങ്ങൾ. കാരണം അന്ന് വരെയൊക്കെ ഞാൻ കരുതിക്കൊണ്ടിരുന്നത് നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ കിട്ടണമെങ്കിൽ കുനിഞ്ഞു നിന്ന് അഭിനയിച്ച് വിറച്ച് ഡയലോഗ് പറയണം. അപ്പോൾ ഒരു രാജകുമാരൻ നിവർന്നു നിന്ന് നല്ല, എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബൂട്ടും ഇതൊക്കെ ഇട്ട നന്നായിരിക്കാം, വളരെ കൃത്യമായി നല്ല ഇതായിട്ട് നിവർന്നു നിന്ന് വടിവർത്ത ഭാഷയിൽ ഞാനായിട്ട് അന്നത്തെ പ്രായം തന്നെയാണ്, എന്റെ പ്രായത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അതിനകത്ത് രാജകുമാരൻ ഉണ്ടായിരുന്നത്. രാജകുമാരന്റെ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നിന്ന് അഭിനയിച്ചാലും ബെസ്റ്റ് ആക്ടർ കിട്ടും. അങ്ങനെ യഥാതഥമായ അഭിനയവും നാടകത്തിന്റെ ഭാഗമാണ്. അതുവരെ നാടകത്തിന്റെ ശബ്ദവിന്യാസവും ശരീരചലനവും ഒക്കെ വേറെ ഏതോ ആണെന്ന് കരുതിയിരുന്നൊരു ഘട്ടത്തിൽ നിന്ന് അതൊന്നുമല്ല എന്നുള്ള ഒരു ചിന്ത കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ്. ശരിക്കൊരു നാടകത്തിനെ ഉറപ്പിച്ചത് ആ മാഷ് അന്ന് ചെയ്തിരുന്ന HS മണ്ണോയുടെ ഡെത്ത് ട്രാപ്പ്, ആ നാടകത്തോട് കൂടിയിട്ടാണ്
ഒരു നാടകത്തിന്റെ നിവർന്ന നടപ്പ് എനിക്ക് സാധ്യമായി. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തമാശ അതായത് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും പറയാം. അന്ന് ഈ നടനം ഉള്ളിലുള്ള ഒരാളും അല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം വെച്ചാൽ, കുറേ പേര് നമ്മളെ സ്കൂളിന്റെ നാടക ജീവിതത്തിന്റെ ഭാഗമായിട്ട് വിളിക്കുന്നു, അവർ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അപ്പോൾ അന്ന് എനിക്കന്ന് എന്തോ തിരക്കുകൾ കാരണം, യൂത്ത് ഫെസ്റ്റിവലിൽ ബന്ധപ്പെട്ട എന്തോ തിരക്കുകൾ കാരണം ഇതിന്റെ അവസാന ഭാഗം എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്ന് നോക്കാനോ. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊരു ആശങ്കയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇപ്പൊ നിങ്ങൾ ചെയ്യുമായിരിക്കുമല്ലോ ബാക്കി എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ പോയി. പക്ഷേ സ്റ്റേജിൽ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അവസാന ഭാഗത്ത് വിഷം കഴിച്ച രാജകുമാരനും രാജകുമാരൻ വിഷം കൊടുത്ത സേനാധിപതികളും ആണുള്ളത്. വിഷം കഴിച്ച ആൾക്കാർക്ക് ഉണ്ടാവേണ്ടത്, അവരിനി അറിഞ്ഞാലും ഇല്ലെങ്കിലും അവർക്ക് ഉണ്ടാവേണ്ട ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതൊരു നടൻ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട അഭിനയിക്കേണ്ടതാണ്. ജേഷിന്റെ ഭാഗം കൃത്യമായിട്ട് തുടക്കം മുതൽക്ക് അത് കുടിച്ച ശേഷം കുടിച്ചൊരു ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്, വിഷം കഴിച്ച ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ആൾക്കാർ ഒരു കോള കുടിച്ച ഭാവം പോലും ഇല്ലാതെ, എന്താണ്, ഒരു ഭാവം പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം ജയേഷ് ഇങ്ങനെ വീഴുന്ന സമയത്താണ് ഞങ്ങളും ഇത് കഴിച്ചിട്ടുണ്ടല്ലോ എന്ന ഓർമ്മ വരുന്നത്. അഭിനയം അഭിനയിക്കുവാണ്, അതായിരിക്കാം. പക്ഷെ എന്നാലും അതൊരു സ്പാർക്ക് ഉണ്ട് എന്നുള്ളത്. മറ്റാളുകൾ സത്യത്തിൽ ഇത് നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ എന്താ കാണിക്കണേന്ന് മറ്റാളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ കാണിക്കണേന്ന് നോക്കിയിട്ട് ഇവര് നിൽക്കുകയാണ്. അതിൽ ഈ പറഞ്ഞപ്പോഴുണ്ട്, നമ്മൾ ഈ സബ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറയുമല്ലോ, അത് നമ്മുടെ നാടകത്തിൽ പ്രധാനപ്പെട്ട സാധനമാണ്. അന്നൊക്കെ അതിന്റെ ടെക്നിക്കൽ ടൈം അന്ന് കിട്ടിയിട്ടില്ലെങ്കിലും അത് എന്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമായിരുന്നു. നമ്മൾ ഒരു സാധനം നമ്മൾ പറയുമ്പോൾ മറ്റേ ആൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാലോചിച്ചിട്ട് അയാളോട് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം. അന്ന് അതിന്റെ ചില ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മലയ്ക്കപ്പുറത്തുള്ള സാധനമൊക്കെ, അപ്പോഴും ഞാൻ കാണുന്ന സ്റ്റേജിന് അപ്പുറത്ത് നിൽക്കുന്ന മലയും ഞാൻ ഇവരോട് പറയുന്ന സാധനവും, അപ്പോൾ കുറെ കൂടി ഇൻവോൾവ് ആവാം. ഈ തൊണ്ടയുടെ മേളിലേക്ക് വരുന്ന ശബ്ദം മാത്രമല്ല, നമ്മുടെ മനസ്സും ശരീരവും ചിന്തയും അനുഭവവും ഒക്കെ കൂടി കൂടിയിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കണം എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അതിനോട് എഴുതി ചേർന്ന് നാടകത്തിന്റെ കഥാപാത്രമായിട്ട് നിന്നപ്പോഴും മറ്റവരങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അവർ മോശക്കാരായിട്ടായിരിക്കില്ല, ആ തോട്ട് അവർക്ക് പോകാത്തോണ്ടായിരിക്കാം. അവർ ഈ പറഞ്ഞ അന്ന് കോള തന്നെയായിരുന്നു സത്യത്തില്. അവര് പാർട്ടിയിൽ കോളയൊക്കെ കുടിക്കണം, കോളയൊക്കെ കുടിച്ചിട്ട് അവർ ഈ സംഭവം നോക്കിയിട്ടുണ്ട്. അതൊരു വിഷയമുള്ള എന്താ അറിയാം, ഈ നമ്മൾ അഭിനയിക്കാൻ സാധാരണ തയ്യാറാവുന്ന സ്കൂളിലൊക്കെയുള്ള ആൾക്കാരിൽ വലിയ ആരായാലും, സ്കൂളിലല്ല അല്ല അമച്ചർ നാടകങ്ങളിൽ ആരെ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരുവിധമൊക്കെ ആവറേജ് ആയിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പക്ഷേ പറ്റാത്ത കുറേ ഏരിയ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പയ്യൻ, അവൻ മോണാക്ടിലൊക്കെ അത്യാവശ്യം പങ്കെടുക്കുകയും ചെറിയ പ്രൈസുകളൊക്കെ നാട്ടുപുറത്ത് വാങ്ങും. പക്ഷേ ഇവനെ ഒരിക്കൽ ഒരു കാര്യം പരിശീലിപ്പിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു. ഞാൻ അവനോട് പൊട്ടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ ഡയലോഗുകളും അത്യാവശ്യം ഒപ്പിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് പൊട്ടിച്ചിരിക്കാൻ പറയുന്ന സമയത്ത് ഉള്ളുന്ന് വരേണ്ട ഒരു ചിരി ഉണ്ടാകും. അത് വരാതെ ഒരു ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊണ്ടയുടെ മേളിലേക്ക് മാത്രമുള്ള ആ സാധനം, അങ്ങനെയുള്ളവരാണ് ഒരു നല്ലൊരു വിഭാഗം ഉള്ളത്. പക്ഷെ അഭിനയം ഉള്ളിലേക്ക് എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരത് കഥാപാത്രമായിട്ട് അറിയാണ്ട് മാറും. പിന്നെ ഇവിടെ നമ്മൾ പഠിപ്പിച്ച ഒരു പെൺകുട്ടി അതുപോലെ ഉണ്ടായിരുന്നു. അവള് അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളിങ്ങനെ നോക്കി നിന്നു. ലിൻഡു എന്ന് പറഞ്ഞൊരു കുട്ടി, അവള് നമ്മൾ സിനിമ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട്. സ്നേഹപ്പച്ച എന്ന് പറഞ്ഞൊരു ഒരു മൂവി ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട്. അതിൽ പക്ഷേ ഇവള് ആ ക്യാരക്ടറായിട്ട് അങ്ങ് മാറുകയാണ്. നമ്മളത് കണ്ടിട്ട് വിസ്മയിച്ചു നിന്നു. ഞാൻ പറയാൻ കാരണം, ഇനിയിപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് കിടക്കുക. ജയേഷ് ചെറുപ്പത്തിൽ നാടകത്തെ അങ്ങനെയാണ് പരിചയിച്ചെങ്കിൽ, ഞാനും ഏതാണ്ട് ചെറിയ പ്രായത്തിൽ ഒരു ദിവസം എന്നെ വലിയ ആൾക്കാരുടെ നാടകത്തിലേക്ക്, അന്ന് ഈ തെരുവ് നാടകങ്ങൾ എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിട്ടില്ല. തെരുവ് നാടകം, ആദ്യകാലത്തെ തെരുവ് നാടകം എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് മുല്ലനേഴിയുടെ സമതലം എന്ന് പറഞ്ഞൊരു നാടകം. ഈ സമതലം എന്നുള്ള നാടകത്തിലേക്കാണ് എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. അത് അത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയുടെ, അത്രയും വളരെ കേരളത്തിൽ വളരെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമാണെന്ന് എനിക്കറിയില്ല, അത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അന്ന് വിളിച്ചപ്പം മുതിർന്ന ആൾക്കാരിൽ അതിൽ ഒരാൾ, അതായത് ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഉടുക്ക് കൊട്ടി ഒരു കവിത ചൊല്ലുന്നുണ്ട്. ആ ചൊല്ലിയ വ്യക്തി എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ എഡിറ്ററായിട്ട് പിന്നീട് മാറുകയും, അത് മാത്രമല്ല ഇവിടെ ആര്യാടൻ മുഹമ്മദിനെതിരെ ആദ്യമായി മത്സരിച്ച CP അബൂബക്കർ എന്ന മാഷാണ് ഇവിടെ. അതായത് മാഷ് അന്നത്തെ പഴയ SFI അല്ല എന്നുള്ളത്, അന്നത്തെ എന്തായിരുന്നു KSF സംസ്ഥാന പ്രസിഡന്റോ മറ്റേതായിട്ടുള്ള വ്യക്തിയൊക്കെ ആയിരുന്നു പിന്നെ അബൂബക്കർ മാഷ്. അബൂബക്കർ മാഷ് കവിയാണ്, പിന്നെ അറിയപ്പെടുന്നൊരു കവി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാര പുസ്തകങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോലെയുള്ള വലിയ വലിയ ആൾക്കാർ നിൽക്കുന്ന ഒരു സംഗതിയിലേക്കൊരു ബാലതാരായിട്ട്
ആണ് ചെന്നത്. എന്നോടും പിന്നീട് മറ്റു സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോൾ ഡയലോഗ് മറന്നുപോവുകയും ഒക്കെ ചെയ്ത രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ ആകാശവാണി നാടകങ്ങളിലേക്ക് പിന്നെ ഓഡീഷന് പോയി. അതിൽ ഖാൻ കാവിൽ എന്നുള്ള സംവിധായകൻ, പ്രശസ്തനായിട്ടുള്ള മലബാറിലെ പ്രശസ്തനായിട്ടുള്ള നാടക അഭിനേതാവ് കൂടെയായിരുന്നു ഖാൻകാവിൽ കൂടാതെ മറ്റു നാടകം ഡയറക്റ്റ് ചെയ്യുന്ന മറ്റ് രണ്ടുപേര്, ഒന്ന് തിക്കോടിയൻ്റെ മകളായിട്ടുള്ള പുഷ്പേച്ചിൻ്റെ നാടകങ്ങളിലും, പിന്നെ പി ശ്രീധരനുണ്ണി, കവി കൂടിയായിട്ടുള്ള പി ശ്രീധരനുണ്ണി, ഇവരുടെ നാടകങ്ങൾ ഖാൻകാവിലും മരിച്ചുപോയി. മറ്റു രണ്ടുപേരും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരുടെ നാടകങ്ങളിൽ ഞാൻ കൂടെ അഭിനയിക്കുന്നത് നമ്മുടെ നിലമ്പൂർ ഐഷയുടെ ഒക്കെ ഒപ്പമാണ് അഭിനയിക്കുന്നത്. അവരെ പ്രശസ്തി ഏതാണെന്ന് എനിക്കറിയില്ല. അവർ വന്നിരിക്കുന്നു, ഡയലോഗ് പറയുന്നു. എനിക്കറിയില്ല, ഏതോ ഒരു സ്ത്രീ, അത്രേ എനിക്കറിയുള്ളൂ. ആ മനസ്സിലായ അവരുടെ ഇതൊന്നും നാടകരംഗത്തുള്ള അവരുടെ ഇതൊന്നും വലിപ്പമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഒരുപാട് നാടകമായിട്ട് ബന്ധപ്പെട്ടെന്നല്ല, നാടകം മറ്റു പല മേഖലകളിൽ എന്ന പോലെ ഒരുപാട് ട്രെൻഡുകളുമായിട്ടൊക്കെ നമ്മൾ ജോൺറ എന്ന് പറയുന്ന, എൻ്റെ മലയാളത്തിൽ പറയുക സാറിന് പറയാറില്ല, ഒരു ഇപ്പോൾ നമ്മൾ പറയട്ടെ, ഇപ്പം മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ പിന്നെ റിയലിസം, ആ രീതിയിലുള്ള അതിനുള്ള പല എക്സ്പ്രഷനിസം എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള നാടക പരീക്ഷണങ്ങൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഈ അപ്സൈഡ് നാടകങ്ങളുടെ അപ്സൈഡ് നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പഠനങ്ങളും കാര്യങ്ങളും ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിനുശേഷം അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലൊന്നും ഞാൻ പോയിട്ടില്ല. അതേസമയം അഭിനയ രംഗത്ത് തുടർന്നത് ജയേഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയേഷ് പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ നാടകങ്ങൾ തയ്യാറാക്കിയ ആൾക്കാർ, ആ നാടകത്തിൻ്റെ കാലിക പ്രസക്തി, ഇതൊക്കെ അത് വായിക്കുന്ന പലരും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ നാടകങ്ങളിൽ വ്യത്യസ്ത സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതും അബുദാബി ശക്തി തിയേറ്റേഴ്സിൻ്റെ ഭാഗമാണ് അല്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു ഇതിലേക്ക് ഉണ്ടായൊരു വളർച്ചയെ കുറിച്ച് ഒന്ന് പറയണം. അതെനിക്കറിയേണ്ട, അതായത് എനിക്ക് അറിയേണ്ട കാര്യങ്ങളൊന്ന്, ഗൾഫിൽ പോയ ശേഷമുള്ള, അല്ലെങ്കിൽ വേണ്ട ഇവിടുന്ന് സ്കൂൾ വിട്ടതിന് ശേഷമുള്ള നാടക, പിന്നെ നാട്ടിൻപുറത്തായാലും ഒക്കെ തന്നെയുള്ള നാടകങ്ങളുടെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞ ശേഷം ഈ പറഞ്ഞ അബുദാബിയിലും തുടർന്നുള്ള വളരെ പ്രഗത്ഭരുടെ നാടകങ്ങളിൽ അഭിനയിച്ചതും അതിനെക്കുറിച്ചുള്ള ചില റിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ചിന്തകളൊക്കെ ഒന്ന് പങ്കുവെക്കണം. ഇപ്പോൾ തമാശയ്ക്ക് വേണ്ടി നേരത്തെ സ്കൂളിലെ നാടക പ്രകല്പം ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിച്ചെങ്കിലും അത് നാടകത്തെ ശ്രദ്ധിക്കുന്ന ആള്. അപ്പോൾ 2000 ആണല്ലോ വർഷം. 2000 വർഷം എന്നൊക്കെ പറയുമ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹത്തിന്റെ നമുക്ക് നിലനിൽക്കുന്ന ഒരു ജനകീയ കലയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു സമയമാണ് അന്ന് നാടകമൊക്കെ. അപ്പോൾ പുറത്ത് ഏതെങ്കിലും ഒരു നാടകം, ഒരു ക്ലബിന്റെയോ അല്ലെങ്കിൽ സ്കൂൾ വാർഷികത്തിന്റെയോ ഒരു നാടകം വന്നാൽ അങ്ങനെ നാടകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ജയേഷ് എന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിൽ വളരെ ചെറുതായിട്ടോ, ഈ പറയുന്ന വലിയ പ്രശസ്തിയൊന്നുമല്ല ഉദ്ദേശിക്കണമെങ്കിലും, ഒരു നാടകം ക്ലബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിന്റെ വാർഷികത്തിലോ വന്നാൽ ജയേഷിനോട് ബന്ധപ്പെട്ടാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പറഞ്ഞറിവുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നീട് നമ്മുടെ നാടിന്റെ സാംസ്കാരിക ഇതായിട്ടുള്ള സംഘടനയായിട്ടുള്ള എസ്കർ ഒരു വെറുതെ ഒരു നുണക്കഥ എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെമ്പകൊല്ലി സ്കൂളിൽ, അതിലേറ്റവും വലിയ സംഗതി എന്നെ ആദ്യമായിട്ട് നാടകത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ മോനിക്കുട്ടി ടീച്ചറിന്റെ റിട്ടയർമെന്റിന് അത് ആകസ്മികമായി സംഭവിച്ചതാണ്. ഞാൻ അന്ന് ഈ സ്കൂൾ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സമയമാണ്. പിന്നീട് ഒരു നാടകത്തിന് ഇവര് നമ്മളെ അപ്രോച്ച് ചെയ്യണത്, അപ്പോൾ എനിക്ക് ഒരു 20 വയസ്സ് ഉണ്ടായില്ല. 20 വയസ്സിന്റെ സമയത്താണ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, അത് പിന്നെ ടീച്ചർക്ക് ഒരു ദക്ഷിണ എന്നുള്ള തരത്തിലൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അവിടെ സ്കൂൾ വാർഷികം നടക്കുന്നു. സ്കൂൾ വാർഷികത്തിന്റെ അതേ വർഷമാണ് ടീച്ചർക്ക് റിട്ടയർമെന്റ്. ആ സമയത്താണ് എനിക്ക് നാട്ടിലേക്ക് നമ്മളിപ്പോൾ ഒരു അമേച്ചർ അപ്രോച്ച് എന്നുള്ള തരത്തിലേക്ക് പുറത്തൊരു നാടകം നാട്ടിൽ കളിച്ച് വെറുതെ ഒരു നുണക്കഥ, കിഷോർ ബത്തേരി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് ആ നാടകം സംവിധാനം ചെയ്തത്. അങ്ങനെ ആ നാടകം കഴിഞ്ഞു. പിന്നീട് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെ കുറെ തെരുവ് നാടകങ്ങൾ കോളേജിൽ വെച്ചിട്ടാണ്. കോളേജിൽ വെച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും അന്ന് പലതരത്തിലുള്ള എന്താണ് തെരുവുനാടകങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ തെരുവുനാടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെ തെരുവുനാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ മറ്റു നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്ന, ഫ്രീഡം തരുന്ന, അതായത് നമ്മുടെ ശബ്ദത്തിനും ശരീരത്തിനും ഏറ്റവും കൂടുതൽ ഫ്രീഡം തരുന്നത്, അതായത് ഒരു പ്രൊസീനിയത്തിന്റെ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ നമുക്കൊരു തെരുവിനോട് നാടകം ഏറ്റവും ലൗഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തെരുവുനാടകം തന്നെയാണ്. എനിക്ക് തോന്നുന്നു
പിന്നീട് അരങ്ങിലേക്കാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജവും ബലവും തന്നത് തെരുവ് നാടകത്തിന്റെ ബേസ് തന്നെയാണെന്നുള്ളത്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ഏകദേശം ഒരു തൽക്കാലം ഒരു മൂലക്കേക്ക് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എറണാകുളത്ത് ഹോട്ടൽ ജോലി ഭാഗമായിട്ട് പോയത്. അവിടുന്ന് പിന്നീട് അബുദാബിയിലേക്ക് പോയി. ഒരു സ്വകാര്യ അവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയായിട്ട് അവിടെ ചെന്നു. അങ്ങനെ ഞാൻ ചെന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ സംഘടനയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. അത് സംഘടനാപരമായിട്ടാണെങ്കിലും നാടകപരമായിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടന. അപ്പോൾ അതിലായിരുന്നു പ്രവർത്തനം. അപ്പോൾ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ആകസ്മികതകളാണ്. നാടകത്തിന്റെ വഴി എനിക്ക് വേണ്ടിയിട്ട് എവിടെയോ ഇങ്ങനെ കാത്തിരിക്കുന്നത്. നാടകത്തിന്റെ വഴി എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നാടക ലോകത്തേക്ക് സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് വലിയ വഴി, നാടക ലോകത്തെ സംബന്ധിച്ച് ചെറിയ വഴിയാണ്, അല്ലെങ്കിൽ ചെറിയൊരാളാണ്. എന്നാലും ഞാൻ ആ വഴിയിലേക്ക് എത്തിപ്പെടുന്നത് അതിന് തൊട്ടു മുമ്പ് UAE ഒരു നാടകം അവതരിപ്പിച്ചുമായി ബന്ധപ്പെട്ട് വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഭരണകൂടം ചെറിയൊരു നടപടി എടുക്കുകയും നാടകങ്ങളുടെയൊക്കെ അവതരണം നിർത്തുകയും അവിടുത്തെ ആ നാടകം അവതരിപ്പിച്ച ആളുകൾക്ക് ലേശം കഷ്ടതയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അല്ല, ഇന്നും അവിടുത്തെ നാടക പ്രവർത്തകർ വളരെ വേദനയോടെ ഓർക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് അവിടുത്തെ നാടക പ്രവർത്തനം ഏകദേശം നിലച്ചു പോയൊരവസ്ഥയായിരുന്നു. 2008 അല്ലെങ്കിൽ 2007 ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഞാൻ 2008 അവിടെ എത്തുന്നത്. അതിനുശേഷം ഈ നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ വിളിക്കാവുന്ന ചില ഒറ്റപ്പെട്ട നാടകങ്ങൾ അവിടെ ഇവിടെയൊക്കെ കളിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ശക്തി തിയേറ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കേരള സോഷ്യൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അതേ വർഷം തന്നെയാണ് ഈ നാടകാവതരണത്തിന്റെ ഒരു പ്രശ്നം മാറി വീണ്ടും അവിടെ വലിയൊരു നാടക മത്സരം വരുന്നത് 2009. ഇന്ന് ആ നാടക മത്സരം എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള എല്ലാ മലയാളി നാടക സ്നേഹികളും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഭരത് മുരളി നാടകോത്സവമായിട്ട് അത് 12ാമത്തെ വർഷം 13ാമത്തെ വർഷമൊക്കെ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യത്തെ വർഷം ആ പേരായിരുന്നില്ല, പേരിടാതെ കേരള സോഷ്യൽ സെന്ററിന്റെ നാടകോത്സവം എന്നുള്ള രീതിയിലാണ് അത് നടത്തപ്പെട്ടത്. അവിടുന്ന് അങ്ങോട്ട് ആണ് ശരിക്ക് നാടകത്തെ ഏറ്റവും ഗൗരവതരമായി അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ശിക്ഷണം നാടകത്തിൽ കിട്ടുന്ന തരത്തിലേക്ക് അബുദാബിയിലെത്തിയത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ചിത്രകാരന്മാർക്കൊക്കെ പാരീസ് എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ നാടക പ്രവർത്തകരുടെ ഒരു നാടകത്തിൻ്റെ പാരീസാണ് സത്യത്തിൽ UAE എന്ന് പറയുന്നത്. കാരണം ഈ മലയാളികൾക്കറിയാലോ, ഒരു സംഘടനാബോധവും എവിടെ ചെന്നാലും സംഘടിക്കുക എന്നുള്ളത് അവരുടെ പൊതു സ്വഭാവമാണ്. അത് പല സ്ഥലങ്ങളിലും നമ്മുടെ ശക്തിയും സംഘടനയുടെ ആധിക്യം ചിലപ്പോൾ ഒക്കെ ദൗർബല്യമായിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് സംഘടനാ പ്രവർത്തനം ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു സംഗതിയാണ്. അതിൽ ഇന്ന് UAE പ്രശസ്തമായിട്ട് നിൽക്കുന്ന പല സംഘടനകളെയും, ശക്തി തിയേറ്റേഴ്സ് ഒക്കെ അടക്കമുള്ള ഏത് സംഘടനകളുടെയും വേര് നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ സാംസ്കാരിക പ്രവർത്തനം തുടങ്ങിയത് നാടക പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് കാണാൻ. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഘകലയാണ് നാടകം എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകളെ ചേർത്ത് നിർത്താം. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അത് സാങ്കേതികമായി പറയുന്നതാണ് ജീവനില്ലാത്ത അക്ഷരം. അക്ഷരത്തിന് ജീവനില്ല എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. എങ്കിലും ഞാൻ പേപ്പറിൽ അച്ചടിച്ച് വെച്ചാൽ അല്ലെങ്കിൽ എഴുതി വെച്ചതെന്നുള്ള അർത്ഥത്തിലാണ്. ആരോ എവിടുന്നോ എഴുതുന്ന കുറച്ച് വരികൾ, ഇതൊന്നും അല്ലാതെ മറ്റൊരാൾ അതിനൊരു രംഗഭാഷ ഒഴുക്കാൻ വരുന്നു. വേറെ ഏതോ പശ്ചാത്തലത്തിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുറേ ആളുകൾ, ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു മാസങ്ങളുടെ പ്രയത്നം, ഇവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു ജീവനുറ്റ മൂർത്തമായിട്ടുള്ളൊരു സാധനം ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നതാണ് സത്യത്തിൽ നാടകം എന്ന് പറയുന്നത്. അതൊരു അപാരമായിട്ടുള്ള ശക്തിയുള്ള സംഘകലയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ എല്ലാ സംഘടനകളും നാടക സംഘങ്ങളായിട്ടാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ശക്തി തിയേറ്റേഴ്സും അതേപോലെ തന്നെയാണ്. ആ സംഘടനകളുടെ എല്ലാം ഒരു പൂത്തുലയിലായിരുന്നു സത്യത്തിൽ കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച നാടകോത്സവങ്ങളിലൂടെ തുടർന്നു വന്നുകൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ അവിടെയുള്ള നാടക പ്രവർത്തകരൊക്കെ തന്നെയാണ് സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ വർഷം തന്നെയാണ് യർമ്മ എന്ന് പറഞ്ഞിട്ടൊരു നാടകം, ശ്രീ സുവീരൻ അറിയാലോ, പരിചയപ്പെടുത്തേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണ നാടകമാണ് യർമ്മ എന്ന് പറഞ്ഞൊരു നാടകം അവിടെ വന്നു. അപ്പോൾ മൊത്തത്തിൽ പ്രവാസ നാടക ലോകത്ത് തന്നെ നാടകത്തിന്റെ വേറൊരു ചിന്ത, വേറൊരു തലം കൊണ്ടുവരുന്ന തരത്തിൽ യർമ്മ വന്നു. ആ സമയത്ത് നമ്മളല്ല യർമ്മ, ശക്തി തിയേറ്റേഴ്സ് അല്ല, അത് ദുബായിലുള്ള തിയേറ്റർ ദുബായ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അത് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നാടകം ഗൗരവതരമായ തരത്തിലേക്ക് ഒരു പഠനത്തിന് വിധേയമാവുന്ന തരത്തിൽ ഈ സംഘടനകളെല്ലാം എടുക്കുകയും നാടക പ്രവർത്തകരൊക്കെ തന്നെ ഇതിനകത്തേക്ക് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത വർഷം നമ്മൾ കളിച്ചൊരു നാടകമാണ് ഘടകർപ്പരന്മാർ. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എ ശാന്തകുമാർ മാഷിന്റെ നാടകം, ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി സാമാഷ് സംവിധാനം ചെയ്ത നാടകം. ആ നാടകത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുവരെ നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് ഈ ശബ്ദവും വെളിച്ചമൊക്കെ നമ്മൾ കരുതുന്ന വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ നാടക പ്രവർത്തകർ, ഞാൻ എൻ്റെ ഒരു നാടകത്തിന്റെ കാഴ്ചയുടെ മാറ്റം കൂടെയാണ് പറയുന്നത്. നാടകത്തെക്കുറിച്ച് ഗഹനമായി പഠിച്ച അല്ലെങ്കിൽ ആളുള്ള പ്രഗത്ഭരായ നാടക പ്രവർത്തകർക്കൊന്നും ഇത് ബാധകമല്ല. അപ്പോൾ
നമ്മളന്ന് കരുതിക്കൊണ്ടിരുന്നത് അരങ്ങത്ത് നിൽക്കുന്ന നടന്റെ അഭിനയത്തെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വെളിച്ചം അല്ലെങ്കിൽ ശബ്ദം എന്നൊക്കെ പറയുന്നത്, പിന്നണി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറയുന്നത്. അതിലപ്പുറത്തേക്ക് മാറി ഈ ശബ്ദവും വെളിച്ചവും ഒക്കെ ഒരു സഹനടനാണ്, ഒരു കോ ആക്ടറാണെന്ന തരത്തിലേക്ക് ഇതിൻ്റെയൊക്കെ സാധ്യതകൾ, നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം നാടകത്തിൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് നാടക ഗാത്രത്തോടു കൂടി തന്നെ ഇഴ ചേർത്തിക്കൊണ്ടാണ് സാമാഷിക ആ നാടകത്തിന് ഒരു രംഗഭാഷ ഒരുക്കിയിട്ടുള്ളത്. സത്യത്തിൽ UAE അല്ലെങ്കിൽ അബുദാബിയിലൊക്കെ നാടക കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നാടകമായിരുന്നു. എൻ്റെ ഒരു തിരിച്ചറിവ് ഇനിയും കുറെ കൂടി ആഴത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ മഹത്തായ നാടക പാരമ്പര്യമായിട്ടാണ് പോയതെന്ന് കരുതിയിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരുകാരെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം കൂടെ കൂടി ഉണ്ട്. ആ പറയുന്ന എല്ലാ സാധനത്തെയും പൊളിച്ചു കളഞ്ഞ് ഒന്നിൽ നിന്ന് നാടകം പഠിക്കേണ്ടതുണ്ട് എന്ന് ഒരു ചിന്ത വന്ന അവിടെയാണ്. തുടർന്ന് അങ്ങോട്ട് ഏകദേശം 10-12 വർഷം നിന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായിട്ടുള്ള നാടക സംവിധായകരുടെ കൂടെ അഭിനയിക്കാനും അവരുടെ ശിക്ഷണത്തിൽ ക്യാമ്പുകളിൽ പങ്കെടുക്കാനും, അതുപോലെ തന്നെ ഓരോ വർഷവും അവിടെ ഒരു ആവറേജ് 10 നാടകമെങ്കിലും അരങ്ങേറും. അതിനൊക്കെ വരുന്നത് കേരളത്തിൽ നിന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധാന രംഗത്ത് അക്കാഡമിക്കലായിട്ട് അത്ര ആഴമുള്ള PhDയും പോസ്റ്റ് PhDയും ഒക്കെ എടുത്ത ആളുകൾ, ഇനി അങ്ങനെ സർട്ടിഫിക്കറ്റിന്റെ ഭാരമൊന്നും പറയാനില്ലെങ്കിൽ പോലും നാടകത്തിൽ നാടകം ചെയ്ത ആളുകളുടെ സമ്മതി നേടിയിട്ടുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ വന്ന് ഒരു ദീർഘമായ ഒരു നാടക അനുഭവം, നാടക പഠനമാണ് സത്യത്തിൽ പ്രവാസ ലോകമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചത്. അതിൽ പറയാനുള്ളത്, ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞപ്പോഴും സ്കൂൾ ഓഫ് ഡ്രാമയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് അന്തരീക്ഷങ്ങളൊന്നും അതിനെ അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന രീതിയിലായിരുന്നില്ല. പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയ സംഗതികൾ തിരിച്ചെടുക്കാൻ ഈ ഒരു 10-15 വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് അവിടുത്തെ നാടക പരിചയം കൊണ്ടുണ്ടായി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എപ്പോഴെങ്കിലും തൃശ്ശൂർ നമ്മളെ ഇറ്റ്ഫോക്കിന്റെ നാടകോത്സവം ഉണ്ടാവാറുണ്ടല്ലോ, അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഇറ്റ്ഫോക്കിൽ ഞാൻ നമ്മുടെ കോവിഡിന് ശേഷം ഉണ്ടായിരുന്ന, കോവിഡിന് ശേഷമല്ല, കോവിഡിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു ആ വർഷം, അതിന് ശേഷമാണ്, അത് 2019 ഞങ്ങൾ അവിടെ സുവീരൻ മാഷ് തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ ഇഡിപ്പസ് നാടകം ഉണ്ടായിരുന്നു. അത് തെറോസിയസ് കഥാപാത്രമായിരുന്നു ഞാൻ അവതരിപ്പിച്ചത്. ആ നാടകം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മയുണ്ട്, അതിന് ആ കഴിഞ്ഞ തൊട്ട് ഉടനെ തന്നെയായിരുന്നു തൃശ്ശൂരിൽ ഇറ്റ്ഫോക്ക് നടന്നിരുന്നത്. അപ്പോൾ ആ വർഷം ഞാൻ മുഴുവൻ എല്ലാ നാടകങ്ങളും അവിടെ തന്നെ താമസിച്ച് ഞാൻ മുഴുവൻ നാടകങ്ങളും ആ വർഷം കണ്ടു. അത് അപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. അപ്പോൾ ഞാൻ കരുതിക്കൊണ്ടിരുന്നത് അബുദാബിയിൽ നടക്കുന്ന നാടകങ്ങളാണ്. അത് കാരണം അബുദാബിയിൽ ഇപ്പോൾ 2019 എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷത്തോളം ഈ നാടകോത്സവങ്ങൾ തുടങ്ങിയൊരു കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടക ശൈലി, ഒരു നാടക രീതിയൊക്കെ കണ്ട് ഇതാണ് ഏകദേശം, കാരണം വ്യത്യസ്ത മേഖലയിൽ നിന്ന് വരുന്ന ആളുകളാണ് നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നത്. ആ കാഴ്ചപ്പാടിനെ പിന്നെയും മാറ്റിമറിക്കുന്ന ഒരു നാടക അനുഭവമായിരുന്നു ഇറ്റ്ഫോക്കിൽ. കാരണം അത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള നാടകങ്ങൾ, പലതരം ജീവിത അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന, രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ. ഇപ്പോൾ സിൽവർ എപ്പിഡമിക്കൊക്കെയാണ് ഞാൻ അതിനകത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത നാടകങ്ങൾ. സിൽവർ എപ്പിഡമിക് ഞാൻ പിന്നെ അന്ന് അവതരിപ്പിച്ച, അത് ബ്രസീലിയൻ ടീമാണ് അവതരിപ്പിച്ചത്. ആ സംവിധായകൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, കാറ്റ് പറയുന്നത് എന്നുള്ള നാടകം. ആ നാടകങ്ങളിൽ സൂഫിസത്തിന്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു? ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇറ്റ്ഫോക്കിൽ പോയ സമയത്ത് അതിൽ വളരെ രസകരമായി അവതരിപ്പിക്കപ്പെട്ട പല നാടകങ്ങളും ഒരു സൂഫിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ സൂഫിസത്തിന്റെ നല്ല സ്വാധീനമുള്ള നാടകങ്ങളായിരുന്നു. നല്ല ഗണ്യമായ, അതായത് വളരെ ശ്രദ്ധേയമായ പല നാടകങ്ങളും ഈ കഴിഞ്ഞ ഇറ്റ്ഫോക്കിൽ. അത് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മൾ ചലച്ചിത്രോത്സവത്തിൽ പോയാലും IFFKയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്നുള്ള സിനിമകൾക്ക് കൂടുതൽ പിന്നെ ഒരു മറ്റ് ചലച്ചിത്രോത്സവങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലുള്ള IFFKയിൽ ഒരു പ്രാതിനിധ്യം ഉണ്ടാവാറുണ്ട്. അത് പ്രത്യേകിച്ച് ഇറാൻ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ ഇറ്റ്ഫോക്കിൽ പോയപ്പോൾ സമയത്തുണ്ടായ കഴിഞ്ഞ നാടകങ്ങളെ, എല്ലാ നാടകങ്ങളെയും ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ നേരിട്ടിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് നാടകത്തിൻ്റെ പേരുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ഭയങ്കര പണിയാണ്. എങ്കിൽ കൂടി ശരി, ഞാൻ പേര് ഓർക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വർഷത്തിൽ അങ്ങനെ സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ട നാടകം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതിന് സെലക്ഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അത് മാഷ് പറയുമ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. അന്ന് ഞാൻ കണ്ട നാടകങ്ങളെല്ലാം ഈ അധികാരവും, എനിക്ക് മുതലാളിത്തോ കോർപ്പറേറ്റിസോ അധികാരമോ ഫാസിസമോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞ ഒരു ലോകക്രമത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ്. ഇപ്പോൾ ഈ മാഷ് ഇറാനിയൻ നാടകമൊക്കെ പറഞ്ഞല്ലോ, ഇറാനിയൻ നാടകമല്ല ഞാൻ പറഞ്ഞ ഇറാനിയൻ സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. അത് അന്ന് ഇറാനിയൻ നാടകം ഉണ്ടായിരുന്നു. ഇറാൻ നാടകം ബ്രസീലിന്റെ ഉണ്ടായിരുന്നു,
ഇറാനിയൻ നാടകം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഇറാനിയൻ നാടകം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി കേരളത്തിൽ നിന്നുണ്ടായിരുന്ന നാടകങ്ങളും ഒക്കെ ഈ പറയുന്ന തരത്തില് ഈ ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ഫാസിസമോ അല്ലെങ്കിൽ കോർപ്പറേറ്റിസമോ അല്ലെങ്കിൽ അധികാര ചൂഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് ഒരു പ്രതിരോധ സ്വഭാവമുള്ള നാടകങ്ങളിലാണ് പൊതുവെ ദർശിക്കാൻ പറ്റുക. ഇനി അത് ഏത് നാടകത്തിലും, നാടക പ്രവർത്തനം സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ആയതുകൊണ്ട് എല്ലാ നാടകത്തിലും എനിക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റിയതാണെന്ന് അറിയില്ല. എന്നാലും എനിക്ക് മൊത്തത്തിൽ അന്ന് അനുഭവപ്പെട്ടത് ആ ഒരു ഫീലായിരുന്നു. നമ്മുടെ നാട്ടുപുറത്ത് സ്കൂളിലൊക്കെയുള്ള നാടകങ്ങളിൽ നിന്നൊക്കെ അഭിനയിച്ചിട്ട് നമ്മൾ ഇത്തരം ഈ സാംകുട്ടി മാഷിൻ്റെ പോലെയുള്ള അങ്ങനെ വലിയ വലിയ വ്യക്തികളുടെ നാടകങ്ങളിലേക്ക് പ്രധാനപ്പെട്ട നാടക വ്യക്തിത്വങ്ങളുടെ നാടകങ്ങളിലേക്ക് അഭിനയിക്കുമ്പോൾ അടിമുതൽ മുടി വരെ, അതായത് ഒരു നാടകത്തിൻ്റെ ഒരു അവതരണത്തിൻ്റെ മുമ്പ് തന്നെ ഒരു പക്ഷേ അതിനുള്ള ഒരു ഒരുക്കം പോലും വളരെ വ്യത്യസ്തമായിട്ട് മാറാറുണ്ട്. പിന്നെ അതായത് പണ്ടൊരു നാടകത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ മരണക്കണി എന്നുള്ള നാടകം ജയേഷ് അവതരിപ്പിക്കാൻ കയറുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഒരുക്കങ്ങളൊന്നുമില്ല. അടുത്ത പേര് നമ്പർ വിളിക്കുന്നതിനകത്ത് കയറുന്നു. അങ്ങനെയല്ല നമ്മളൊരു പ്രൊഫഷണൽ നാടകം നമ്മൾ ചെയ്യാറുള്ളത്. ഒരു സെക്കൻഡ്, എനിക്ക് വളരെ നേരിട്ട് നാടകത്തിലേക്ക് കയറിയല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ദീപൻ ശിവരാമന്റെ ഉബുറോയ് പേര് അഭിനേതാക്കളുടേതായിട്ടുള്ള കുറേ സമയമുണ്ട്. അവർ ആ നാടകത്തിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് ഒരു ബെല്ലടിക്കുന്നിടത്ത് തുടങ്ങുക എന്നുള്ളതല്ല. അതിനുള്ളൊരു വാമപ്പുണ്ട് അതിന് മുമ്പ്. അങ്ങനെയുള്ളൊരു വ്യത്യാസം കണ്ടില്ല. ഇപ്പോൾ തുടക്കം തന്നെ ഇപ്പോൾ വളരെ നേരിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്നൊരു കാര്യം, നമ്മൾ അവസരം വരുന്ന സമയത്ത് കയറി പറയുക എന്നുള്ളൊരു വഴി നമ്മൾ ആ കഥാപാത്രമാവാനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നമ്മൾ സാധാരണ ഒരു വാമപ്പിലൂടെ തുടങ്ങുന്ന അതിനു വേണ്ടിയിട്ടൊരു സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദീപൻ ശിവരാമൻ്റെ ഒക്കെ നാടകങ്ങൾ. പിന്നെ എന്നിട്ട് ദീപൻ ശിവരാമൻ്റെ ഒക്കെ നാടകങ്ങൾ അദ്ദേഹം ഇതിന് ഇക്കാര്യത്തിൽ കൂടുതൽ പഠനം നടത്തുന്നയാളും മറ്റു രാജ്യങ്ങളിലൊക്കെ നാടക സംഘങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ തന്നെ അതിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നത്, സെനോഗ്രാഫി, അങ്ങനെയുള്ള ഒരുപാട് സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കേൾക്കാത്ത ഇപ്പോൾ സിനിമയുടെ സാധ്യത ഒരു കഷ്ണം, അല്ലെങ്കിൽ സ്ക്രീനിൽ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു ഭാഗം എന്നുള്ള രീതിയിൽ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതടക്കം അതാണ് സിനിമോഗ്രാഫി എന്ന് പറയുന്ന നേരത്തെ അതൊക്കെ അതിനകത്ത് പെടും. അപ്പോൾ അത്തരം കുറേ പുതിയതെന്നും പറയില്ല, കുറേ കാലം നാടകരംഗത്ത് കുറേ കാലമായിട്ടുണ്ട്. എന്നാലും നമ്മൾ നാട്ടിൻപുറത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു പക്ഷേ അപരിചിതമായിട്ടുള്ള കുറേ സങ്കേതങ്ങളും കാര്യങ്ങളൊക്കെ നാടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്നോട് ജയേഷ് ഒരു എക്സ്പ്രഷനിസ്റ്റ് നാടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. അതേതായിരുന്നു? അതിനിപ്പം ഞാൻ പറയുന്ന ഇത്തരം നാടകങ്ങളൊക്കെ അവതരണത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അവതരണത്തിന് ശേഷമോ എന്തെങ്കിലും വ്യത്യസ്തതകൾ, ഇപ്പോൾ നമ്മൾ നാട്ടുപുറത്തുള്ള നാടകങ്ങളിൽ വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ നാടക അവതരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരുക്കങ്ങളോ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? അതിന് ഒരു നിയതമായ രീതിയില്ല. ഇപ്പോൾ എല്ലാ നാടകങ്ങളും അങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്നില്ല. ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞ ഈ സിൽവർ എപ്പിഡമിക് പറഞ്ഞില്ലേ, ഈ നാടകം ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആ നാടകം സ്റ്റേജിൽ വേറെ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നാടകം. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ അവിടെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ അവിടെ വന്നിരിക്കുന്നു, അവർ സ്റ്റേജിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, മദ്യം കഴിക്കുന്നു, എന്തോ ആഭിചാര പൂജ പോലെ ഇവർ കുറേ കല്ലിലേക്ക് മദ്യം ഒഴിക്കുന്നു, ഭക്ഷണം ഒഴിക്കുന്നു. ഇവരിങ്ങനെ സംഗതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് മെല്ലെ ആ നാടകത്തിലേക്ക് കയറിപ്പോകുന്നത്. അതിൽ പറയാനുള്ള സംഗതി, അത് ആ നാടകത്തിന് അനിവാര്യമാണ്. ആ നാടകത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അതിൻ്റെ ഒരു നടി അവരുടെ ടോപ്പ്, അതായത് വിവസ്ത്രയാവുന്നുണ്ട് അവർ. ആ ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയില്ല, കേരളത്തിലൊരു നാടകത്തിലൊരു ഓപ്പൺ സ്റ്റേജിൽ ഒരു പച്ചയായിട്ടുള്ളൊരു ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ ആരും ആവട്ടെ, അവർ നഗ്നയാവുക എന്ന് പറഞ്ഞാൽ അത് പൊതുവേ നമ്മുടെ ഒരു ആസ്വാദന രീതി അനുസരിച്ച് നമുക്കത് ചിലപ്പോൾ എല്ലാ ആളുകൾക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും നമ്മുടെ ഒരു സദാചാര ബോധം സാധനമൊക്കെ വെച്ചിട്ട്. അബുദാബിയിൽ അങ്ങനെ കാരണം അബുദാബിയിൽ വളരെയധികം സ്ക്രീനിങ് നടത്തിയതിന് ശേഷം മാത്രമാണ് അവിടെ ഇത്തരം നാടകങ്ങളെല്ലാം അപ്പോൾ ബാക്കികൾക്ക് പിന്നെ അതിന്റെ പ്രമേയത്തിന് പരാമർശങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇത് അബുദാബിയില്ല, ഞാൻ സിൽവർ എപ്പിഡമിക് ഇവിടെ പറഞ്ഞ സംഭവമാണ് അവിടെ ഇഫോക്കിൽ കണ്ടത്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ നാടകത്തിൽ ലയിച്ചിരിക്കുന്ന ആൾക്ക് ഒരിക്കലും അതൊരു മറ്റൊന്നും തോന്നാത്ത തരത്തിലേക്ക് ആ നാടകത്തിൻ്റെ വളർച്ച കൊണ്ടുവന്ന് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയതിന് ശേഷമാണ് ഇവരുടെ ശരീരത്തിന്റെ മേൽഭാഗം വിവസ്ത്രമാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എല്ലാ നാടകത്തിനും അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത, അതായത് ശക്തി തിയേറ്റേഴ്സിനൊക്കെ വെച്ച നാടകത്തിൽ ഒരിക്കലും ഞങ്ങൾ നാടകം തുടങ്ങുന്നതിനും നമ്മളതിന് പ്രീ സ്റ്റേജ് എന്നാണ് പറയുക. അതിൽ യമദൂത് എന്ന് പറഞ്ഞ നാടകത്തിന് മാത്രമാണ് നമ്മൾ അത് ആക്ടേഴ്സ് ചെയ്തിട്ടില്ല. ഈ ഓഡിയൻസ് സ്റ്റേജിനകത്തേക്ക്, അതായത് അവർ സദസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില നാടക അനുഭവങ്ങൾ ഉള്ളിൽ കിടക്കുന്ന, അതായത് അതിൽ യമദൂത് എന്ന് പറയുന്ന നാടകം ഈ നമ്മുടെ ഇയാഗോ ഡെസ്റ്റിമോണ
ഒതല്ലോ നാടകത്തിന്റെ വേറെ രീതിയാണ്. ഇവർ 3 പേരും മരണപ്പെട്ടതിന് ശേഷം അത് ഒരു സാങ്കല്പിക ചിന്തയാണ്. ഇയാഗോയും ഡെസ്റ്റിമോണയും ഒതല്ലോയും മരണപ്പെട്ട് ഭൂമിയിൽ നിന്ന് വിട്ട് പരലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു നിമിഷാർത്ഥത്തിൽ ഇവരെന്തായിരിക്കുന്നു ചിന്തിച്ചത് എന്ന് കാണിക്കുന്ന ഒരു നാടകമാണ്. അപ്പോൾ ആ ഒരു മരണത്തിന്റെ ഒരു സംഭവം, ഒരു മരണം സംഭവിച്ച് അതിന്റെ പൂർത്തീകരണത്തിന് മുമ്പ് ആ ഒരു ഘട്ടത്തിലാണ് പ്രേക്ഷകരിരിക്കുന്നതെന്ന് അവർക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സംഘം നമ്മൾ പ്രീ സ്റ്റേജ് എന്നൊക്കെയാണ് പറയുക. പ്രീ സ്റ്റേജ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ മറ്റു കാര്യത്തിലേക്ക് ചെയ്തില്ല. അപ്പോൾ മാഷി ചോദിച്ചതിനുള്ള എങ്ങനെ നമ്മൾ ആ നാടകത്തിലേക്ക് ക്യാരക്ടറിലേക്ക് കയറുന്നു. ഇപ്പോൾ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ നമ്മൾ പറയാറുള്ള സംഭവമുണ്ട്. ഒരുപക്ഷെ വീട്ടിലിരുന്നിട്ടൊക്കെ ഡയലോഗ് പഠിച്ചിട്ട് അവർ പ്ലേസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു, ഇന്ന് വരുന്നു, ഡയലോഗ് പോകുന്നു എന്നുള്ളത്. പക്ഷേ അമച്വർ നാടകത്തെ സംബന്ധിച്ച്, എൻ്റെ ഒരു പരിചയത്തിലുള്ള നാടകത്തെ സംബന്ധിച്ച് ഈ പ്രോസസ്സ് ശരിക്കും 2 മാസം മുമ്പ്, 1 മാസം 2 മാസം മുമ്പ് തുടങ്ങും. അത് സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ക്യാരക്ടറിലേക്ക് ഒരു കഥാപാത്രത്തെ, ഈവൻ കോറസ് ആണെങ്കിൽ പോലും ആളുടെ ശബ്ദത്തെയും ശരീരത്തെയും ആളുടെ മൊത്തം സാന്നിധ്യത്തെയും അവിടെ നിർത്തുന്നതിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഈ സംവിധായകർ ഇതിൻ്റെ രംഗഭാഷ ഉണ്ടാക്കുക. ഏത് സമയത്ത് വിളിച്ചാലും ആ ഒരു കഥാപാത്രത്തിൽ, ഒരു ആംബിയൻസിൽ ഈ രംഗഭാഷ ഒരുക്കുന്ന സംവിധായകൻ ഇട്ടുകൊടുത്ത സ്ട്രക്ചറിൽ നിന്നാൽ ആ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ നാടകങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അരങ്ങിക്കയറുന്നതിന്, ഇപ്പോൾ ബെല്ല് കൊടുത്തതിന് ശേഷം ആ ക്യാരക്ടറിലേക്ക് വരാനുള്ള സംഗതികളൊന്നും അപ്പം ചെയ്ത എക്സസൈസിലുള്ള നാടകങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനത്തെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊതുവെ അബുദാബിയിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയിട്ട് നിന്ന് ലൈറ്റ് ബെല്ല് കൊടുത്ത് അരങ്ങിൽ ലൈറ്റ് വന്നു കഴിയുമ്പോൾ ആ നാടകത്തിലേക്ക് വരുന്ന തരത്തിൽ തന്നെയാണ്. അല്ലാതെ ആ തൊട്ട് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസോ പ്രോസസ്സോ ചെയ്തിട്ടല്ല കടന്നു വരുന്നത്. പക്ഷേ ഈ പ്രോസസ്സ് നാടകത്തിൻ്റെ ആദ്യ ദിവസം തൊട്ട് തന്നെ വളരെ പ്ലാൻഡായിട്ട് നമ്മൾ സിലബസ് ഒക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നാടകം പരിശീലിപ്പിച്ചിട്ടുള്ള ആളുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ. ഈ സാധാരണ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ധാരാളം നാടകത്തിൻ്റെ സബ് ആയിട്ടുള്ള മറ്റു പല നാടകവുമായി ബന്ധപ്പെട്ട പല കോഴ്സുകൾ, നാടകമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, ഞാൻ പറഞ്ഞ പോലെ സെനോഗ്രാഫി പോലെയുള്ള നാടകത്തിലേക്ക് സഹായകമായിട്ടുള്ള പല കോഴ്സുകളുണ്ട്. എനിക്കതിൻ്റെ പേരുകൾ എന്തുകൊണ്ടോ പെട്ടെന്ന് പല പേരുകൾ, ഞാൻ ഈവൻ ദേശാഭിമാനിയിലൊരു ദീപൻ ശിവരാമൻ്റെ ഒരു ഇംഗ്ലീഷ് നാടകത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗാറി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലുള്ള നാടകമാണ്. പിന്നെ അപ്പം തൃശ്ശൂരായിരുന്നു, അവിടെ തന്നെ ഇവിടെ വെച്ച് തന്നെയായിരുന്നു നടന്നിരുന്നത്. അപ്പം അത് ദീപൻ ശിവരാമൻ്റെ നാടകങ്ങളിലൊക്കെ ഒരുപാട് അദ്ദേഹം ആ വിഷയത്തിൽ തന്നെ പ്രൊഫസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരുപാട് നാടക പരീക്ഷണങ്ങളും മറ്റു രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള നാടകങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംരംഭങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ലോക നാടകങ്ങളുമായിട്ട് ഒരു നിരന്തരം ബന്ധം പുലർത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നാടക അവതരണത്തിലൊക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ യൂട്യൂബിലൊക്കെ കാണാൻ കഴിയുന്നത് അത്തരം മേഖലകൾ നല്ല തൊഴിൽ മേഖലകളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനിയും നാടകമായിട്ട് ബന്ധപ്പെട്ട് നാടകരംഗത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജയേഷ് പക്ഷേ നാടകം പഠിക്കാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താല്പര്യത്തിന്റെ പേരിൽ പോയേനെ. പക്ഷെ അതൊരു തൊഴിൽ മേഖല, ഒരു തൊഴിൽ കിട്ടുന്ന സാധ്യതകൾ ആശങ്ക ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാവാൻ എനിക്കുള്ള ഏറ്റവും തോന്നുന്നൊരു കാര്യം ചെയ്യാൻ സ്കൂൾ നാടകങ്ങളിൽ ഇപ്പം നാടകം പഠിപ്പിക്കാനുണ്ട്. ഇപ്പോൾ ഉള്ള ടെക്സ്റ്റ് ബുക്ക് ഞാനും കൂടി ഉണ്ടാക്കിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിനകത്ത് നാടകങ്ങൾ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ നാടകം അവതരിപ്പിക്കുന്ന സമയത്ത്, നാടകം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് അതൊരു നാടകമാണെന്നുള്ള ബോധ്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു കുട്ടികൾ പഠിക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യണം എന്നുള്ള ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. കവിതയായാലും നാടകമായാലും എല്ലാറ്റിനും പഠിക്കാനുള്ളൊരു സാധനം എന്നുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് ഏത് ചോദ്യോത്തരങ്ങൾ വരും, ഇതൊക്കെ ഒരുപക്ഷെ അതെ അത്തരം പഠന രീതികൾ തുടർന്നു പോരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെ നാടകത്തിന്റെ ഒരു നാട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് പറയാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിൽ തൃശ്ശൂർ പൂരത്തിനേക്കാളൊക്കെ വലിയൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒരു സാംസ്കാരിക സംരംഭം എന്നുള്ള നിലമ്പൂർ പാട്ടിന്റെ ആ പാട്ടുത്സവത്തിന്റെ ആ ദിവസങ്ങളുണ്ടല്ലോ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്, അത് മറ്റു സ്ഥലങ്ങളിലൊന്നും അതിന് തുല്യമായിട്ടുള്ള ഒരു പരിപാടികളേ ഇല്ല. നാടകോത്സവം ഞാൻ അറിഞ്ഞിടത്തോളം പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം കോഴിക്കോടൊക്കെ ഒരുപാട് നാടകങ്ങളൊക്കെ അരങ്ങേറാറുണ്ടെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായി വർഷത്തിൽ ഒരു ഏർപ്പാട് എന്നുള്ള നിലയിൽ പലതും ചേർന്നിട്ടുള്ള പല നാടകം മാത്രമല്ലാതെ ഒരു വർഷം ഞാൻ മുഴുവൻ നാടകങ്ങൾ നിലമ്പൂർ ബാലൻ നാടകോത്സവം എന്നുള്ള പേരിലായിരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് പേരെന്നറിയില്ല. അന്ന് അതായിരുന്നു ഞാൻ മുഴുവൻ നാടകങ്ങളും ആ വർഷം. നിലമ്പൂർ ബാലനോടൊപ്പം അഭിനയിക്കും ചെയ്തിട്ടുണ്ടോ? ഇല്ല, മുമ്പാണല്ലോ അല്ലേ? വളരെ മുമ്പ്. പക്ഷെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
നിർഭർ. പക്ഷേ അദ്ദേഹം ഇത്രയും വലിയ ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആകാശവാണി നാടകത്തിലാണ്. 40 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ്. മനസ്സിലായി. അതിന് മുമ്പ് ശരി, ഞാൻ ചോദ്യം തന്നെ ഞാൻ അതിന്റെ ഒരു നിലമ്പൂർ ആയിഷാത്തേനോടൊപ്പം ഒരു ചെറിയ ഷോർട്ട് ഫിലിമില് ഇവിടെ ഒന്നിച്ചിട്ടുണ്ട് ഞാൻ. ചെറിയ അത് ഇവര് ഈ അന്ന് ടെലി ഫിലിമുകളൊക്കെ എടുക്കുന്ന ടൈമാണ്. അത് വെളിച്ചം കണ്ടോന്നും എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ ഇവിടെ എറണാകുളത്തിന് മുമ്പ് പോയി അവരോടൊപ്പം ഞാനൊരു ചെറിയ ടെലി ഫിലിം ഹോം സിനിമാസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഏറ്റവും മിനിയേച്ചർ രൂപമായിട്ടുള്ള ഒരു സാധനത്തിൽ അന്ന് ഞാൻ അഭിനയിച്ചു. ശരി. പക്ഷെ നിർഭൂർ പാലേട്ടനൊക്കെ പിന്നെ ആകാശവാണിയിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അദ്ദേഹം ഇങ്ങനെയുള്ള ഒരാളാണെന്നൊന്നും അറിയാനുള്ള ഒരു പ്രായമൊന്നും ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അടുത്ത് പോയി ഇരിക്കാൻ തന്നെ പറ്റിയെന്നുള്ളതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ കോഴിക്കോട് ആണെങ്കിൽ നമ്മളിപ്പം സിവിക് ചന്ദ്രൻ, അപ്പം സിവിക് ചന്ദ്രൻ്റെ സിവിക് മാഷിന്റെ നേതൃത്വത്തിലൊക്കെ നാടകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ തൽപരനായിട്ടുള്ള ഒരാളാണ്. പിന്നെ അതുകൂടാതെ മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മകള് ഇവിടെ കളക്ടർ ഇതല്ലേ, ഈ മലപ്പുറത്തെ അസിസ്റ്റന്റ് കളക്ടർ മറ്റാണല്ലോ കബനി. അല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അത് തിക്കോടിയന്റെ മകൾ. തിക്കോടിയന്റെ മകൾ അത് പുഷ്പേച്ചിയാണ്. തിക്കോടിയന്റെ മകൾ പിന്നെ ആകാശവാണി നാടകങ്ങളിലാണ്. അല്ല, പിന്നെ അല്ലാത്ത നാടകങ്ങളിൽ പുഷ്പേച്ചിന്റെ റോൾ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ആകാശവാണി നാടകങ്ങളുടെ സംവിധായിക, ഞാൻ അഭിനയിച്ചുള്ള പല ഇതിന്റെയും സംവിധായിക പുഷ്പേച്ചിയായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, ഡയലോഗ് ഇങ്ങനെ പറയണം എന്നൊക്കെ കുറേ തിരുത്തലുകളൊക്കെ എനിക്ക് തന്നിട്ടുള്ള ഒരാളും കൂടി ആണ് പുഷ്പേച്ചി. അതിന് കാൻഗാവിൽ അക്കാര്യത്തിൽ ഡയലോഗുകൾ നാടകത്തിന്, റേഡിയോ നാടകത്തിന് വേണ്ടി പറയുന്നതിൽ വളരെ, റേഡിയോ നാടകത്തിലും സ്റ്റേജ് നാടകവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ മുഖത്ത് ഉള്ള ഭാവപ്രകടനം കൊണ്ട് പിന്നെ മേക്കപ്പ് ചെയ്യാവുന്ന പലതും ശബ്ദം കൊണ്ട് തന്നെ അവിടെ നമ്മൾ അവതരിപ്പിക്കണം. അപ്പം അതിനതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ചെറിയ വെല്ലുവിളികളുണ്ട്. അപ്പം അതൊരു രസമാണ്. നമ്മൾ ശബ്ദത്തിൽ കേന്ദ്രീകരിക്കും, നമ്മളെ വോയിസിൽ കുറച്ചധികം കേന്ദ്രീകരിച്ചു. അതിനിടയ്ക്ക് പറയാം, പ്രവാസി ഭാരതി റേഡിയോ യു.എയിൽ സംഘടിപ്പിച്ച അത് ഇന്റർനാഷണൽ, അത് പല മലയാളികൾ തന്നെയാണ്, പക്ഷെ വിവിധ രാജ്യങ്ങളിലുള്ള മലയാളി സംഘടനകൾ പങ്കെടുത്ത റേഡിയോ നാടക മത്സരത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച മഞ്ഞുതുള്ളി എന്ന നാടകത്തിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പ്രവാസി ഭാരതി റേഡിയോ നാടകത്തിന്റെ അനുഭവം 2 തവണ. രണ്ട് നാടകം. അതിൽ ഞാനൊരു ജേർണലിസ്റ്റായിട്ട്, ഒരു പ്രവാസി ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട് വീണ്ടും ആ ഭൂമിയിലേക്ക് തിരിച്ചു ഉപ്പാനെ തെരഞ്ഞ് അങ്ങോട്ട് പോകുന്ന ഒരാളുടെ ഇന്റർവ്യൂ, അതിലൂടെയാണ് ആ കഥ പോകുന്നത്. ഞാൻ അതിനകത്തൊരു റേഡിയോയിലെ റേഡിയോ അവതാരകനായിട്ടായിരുന്നു ആ റേഡിയോ നാടകത്തിലുണ്ടായിരുന്നു. അങ്ങനെ 2 റേഡിയോ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് 2ഉം റേഡിയോയിൽ തന്നെ അവിടുത്തെ യു.എയിലെ റേഡിയോകളിൽ സംപ്രേഷണം ചെയ്ത നാടകങ്ങൾ. ഇതിനിടയ്ക്ക് പുരസ്കാരങ്ങൾ അഭിനയത്തിന് എന്തെങ്കിലും പിന്നീട് അബുദാബിയിൽ അപ്പോൾ നമ്മളൊരു നാട്ടിൻ പുറത്തൊക്കെ വർഷം പോലെ ഇപ്പോഴും നാടക അഭിനയത്തിനൊക്കെയുള്ള അവാർഡ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അത് അവതരിപ്പിക്കുന്നത് പലപ്പോഴും കേരളത്തിലല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം മത്സരങ്ങളുടെ ഭാഗമാനൊന്നും പറ്റിയിട്ടുണ്ടാവും തോന്നുന്നു. മത്സര നാടകങ്ങൾ തന്നെയാണ് നിന്നിട്ടുള്ളത്. അവിടെ ധാരാളം പുരസ്കാരങ്ങളുണ്ട്. ഇപ്പോൾ മികച്ച നടൻ, സഹനടൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിലൊന്നും ഞാൻ ഒന്നിലും പുരസ്കൃതനായിട്ടില്ല. കാരണം അവിടെ ഉള്ളത് എന്നേക്കാൾ എത്രയോ കഴിവും പ്രഗത്ഭരുമായിട്ടുള്ള നടന്മാരും നടിമാരുമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ പോവുള്ളൂ. അല്ലെങ്കിൽ അത്തരം ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഉവാവ് പോലുള്ള നാടകങ്ങളിലൊക്കെ ലീഡ് ക്യാരക്ടർ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ബെസ്റ്റ് നടനോ, അപ്പോൾ നമ്മൾ സ്കൂളിൽ പറഞ്ഞില്ലേ ബെസ്റ്റ് ആക്ടറുടെ തുടർച്ചയായിരുന്നു എന്നുള്ളെങ്കിലും ആ ഒരു സംഭവമൊന്നും അവിടെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും പുരസ്കൃതനായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എ ശാന്തകുമാറിനെ വ്യക്തിപരമായിട്ട് പരിചയമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ നാടകം ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് അസുഖമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ്, നേരിട്ടല്ലെങ്കിലും അതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഭാഗമാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചില ചികിത്സ, അതിൽ ഞാനും ഭാഗമായിട്ടുണ്ട്. പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ വീടുകൾക്ക് എന്ത് പേരിടുന്ന പുസ്തകം ഉത്തരവാദിത്തമാണ്. പിന്നെ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമല്ല, ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇനി അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടക്കുന്നത് ഞാനടക്കമുള്ള ആളുകളുള്ള ആ ഒരു നാടകത്തിന്റെ കടന്മാരുടെ ഒരു പിക്ചറാണ് ഫേസ്ബുക്കിൽ. ഇനി എപ്പോഴും മാറ്റാൻ പറ്റാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അവിടെ കിടക്കുന്നത്. അത് മാറ്റേണ്ട തരത്തിൽ അദ്ദേഹം വീണ്ടും ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം വിട്ടുപോയി. എങ്കിലും ആ കിടക്കുന്ന ഒരു ചിത്രത്തിന്റെ ഒരു രേഖപ്പെടുത്തുന്ന രീതിയിൽ ആ നാടകത്തിന്റെ ആണ് ഇപ്പോഴും അവിടെ. പിന്നെ അതുപോലെ തന്നെ സതീഷ്
സതീശൻ അല്ല അറിയില്ലേ, അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പുറംചട്ടയിലും എന്റെ ചിത്രം തന്നെയാണ് ഉള്ളത്. പുരസ്കാരം ഏറ്റവും പുറം വഴികളിലൂടെ നടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ പോലും നമ്മുടെ നാടക ഗ്രന്ഥങ്ങളുടെ ചരിത്രത്തിൽ എടുത്തു വെക്കാവുന്ന അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് കുറെ ആളുകളുടെ നാടകത്തിൽ. അതിന്റെ പുറംചട്ടയിലും എന്തായാലും അവിടെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് പുരസ്കാരമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ നമ്മൾ സംസാരിച്ചു വന്നിരുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രത്യേകിച്ച് മാഷിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സംഭവം നാടകത്തിന്റെ ജോലി സാധ്യതകൾ, കരിയർ സാധ്യത എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകാന്ന് പറഞ്ഞാൽ നാടകത്തിൽ അഭിനയിക്കുക എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മറ്റു ചില ആളുകൾക്കും സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നാടകത്തിനായിട്ട് വർക്ക്ഷോപ്പുകൾ എടുക്കാറുണ്ട്, തിയേറ്റർ വർക്ക്ഷോപ്പുകൾ കുട്ടികൾക്ക് മുതിർന്ന ആളുകൾക്ക് എടുക്കാറുണ്ട്. കുട്ടികൾക്ക് എടുക്കുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ നാടകത്തെക്കുറിച്ച്, നാടകം നമുക്ക് ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല. അവരുള്ള നാടകവും നമ്മളുള്ള നാടകങ്ങളിൽ തമ്മിലുള്ള ഒരു സംവേദനം, അതിന്റെ ചില സാധ്യതകളെക്കുറിച്ച്, ചില രൂപപ്പെടുത്തലുകൾ, ചില വഴികളൊക്കെ പറയലുണ്ടാവുള്ളൂ. അവരുടെ തന്നെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, പഠിപ്പിച്ചെടുക്കുകയല്ല. പഠിപ്പിച്ചെടുക്കാനുള്ള അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ലാത്തതുകൊണ്ട് പക്ഷെ എങ്കിൽ കൂടിയും ഞാൻ നാടക ക്യാമ്പുകൾ ചെയ്യാറുണ്ട്. അത് അവരിൽ തന്നെയുള്ള സാധ്യതകളെ അവരെ തന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങൾ ഒരിക്കലും ഒരു നാടകം അഭിനയിക്കാനോ നടിയാക്കാനോ നടനാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ക്യാമ്പ് ചെയ്യുന്നത്. മറ്റ് ചില സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് ആളുകൾക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതിയായി മാറിയിട്ടുണ്ട്. ഈ പരിപാടികൾക്ക് വിളിക്കുമ്പോൾ രക്ഷിതാക്കളും സംഘാടകരും പറയുന്നതാണ്, ഞങ്ങൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് മടുത്തു, മറ്റെന്തെങ്കിലും ഒരു സാധനം ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കാറുള്ളത്. ആ രീതിയിലേ കൈകാര്യം ചെയ്യാറുള്ളൂ. ശരിക്കും മോട്ടിവേഷൻ അവരിൽ തന്നെയുള്ളതാണ്. അവർ തന്നെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അവർ തന്നെയാണ് അവരോട് സംസാരിക്കേണ്ടത്, ശബ്ദം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും അതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞത് ഇതിൻ്റെ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ കരിയറിനെ കുറിച്ചാണ്. ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ തിയേറ്റർ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ നടനാവുക, നടിയാവുക, അഭിനയിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക്, അത് മോശമായതല്ല, അതിന് നല്ല സാധ്യതകളുണ്ട്. അതിലപ്പുറത്തേക്ക് ഇപ്പോൾ ചാനലുകൾ വന്നിട്ടുണ്ട്, അതിൻ്റെ റിയാലിറ്റി ഷോകൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നണി പ്രവർത്തകരും സംഘാടകരും ഡിസൈന് കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ ശബ്ദം, അതുപോലെ തന്നെ ലൈറ്റ്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ ആക്ടിങ് വൈസ് ആണെങ്കിലും ഈ ഒരുപാട് ജോലി സാധ്യതകൾ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ BEd ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആക്ടിങ് അതിൻ്റെ ഒരു പാർട്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് നാടകം പഠിപ്പിച്ച ഞങ്ങളുടെ ലാസ്റ്റ് നാടകം ചെയ്ത, അതായത് സോവിയറ്റ് സ്റ്റേഷൻ കടവ് നാടകം ചെയ്ത ഹസീം അമരവിള, അദ്ദേഹമൊക്കെ ഇപ്പോൾ BEd കോളേജിലൊക്കെ ക്ലാസ് എടുക്കുക. അതുപോലെ തന്നെ ഈ അതിൽ സോവിയറ്റ് സ്റ്റേഷൻ കടവിൽ ജയേഷ് ചെയ്ത റോൾ എന്തായിരുന്നു? ഞാൻ പിന്നെ സോവിയറ്റിൻ്റെ അക്കാലത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഗോർബച്ചേവിന് മുമ്പാണ്. ഒരു സെക്കൻഡ് നിർത്തിയാണ്. സോവിയറ്റ് സ്റ്റേഷൻ കടവിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ സോവിയറ്റിൻ്റെ ഒരു കാലത്ത് പ്രസിഡന്റായിരുന്ന ലിയോണിഡ് ബ്രഷ്നേവ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ലിയോണിഡ് ബ്രഷ്നേവ് ഒരു ടെസ്ല, ഇപ്പോൾ നമ്മളെ കാറ്, ആ പേര് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പക്ഷേ ആ കാലത്ത് ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ആ ടെസ്ലയും ബ്രഷ്നേവോടും കൂടിയിട്ട് സ്റ്റേഷൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ട്രെയിൻ ട്രാവൽ വഴി ഹിറ്റ്ലറിൻ്റെ കാലത്തേക്ക് വിട്ട് ഹിറ്റ്ലറിനെ ഇല്ലാതാക്കി പിന്നീട് ലോകം നേരിടേണ്ടി വന്ന ആ ലോക മഹായുദ്ധത്തെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു സംഭവമാണ്. അതൊരു സറ്റയറാണ്, പൊളിറ്റിക്കൽ സറ്റയർ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു നാടകമായിരുന്നു. ആരുടെ നാടകമാണ്? ഹസീം അമരവിള. അതൊരു ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, കോഴിക്കോട് സ്ഥിരം നാടക പഠനക്കളരി എന്നുള്ള രീതിയിൽ മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട്. അത് എല്ലാ വർഷവും നടക്കാറുണ്ട്. ഒരുപാട് കുട്ടികളെ അത് നാടകരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നടന്മാരെ നടികളെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലൊക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളൊക്കെ അതിൽ അതിൻ്റെ ഭാഗമാവാറുണ്ട്, അവർ ക്ലാസ് കൊടുക്കാറുണ്ട്. കോഴിക്കോട് ബൈജു മേരിക്കുന്ന് എന്ന് പറഞ്ഞ ഒരാൾ ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംരംഭങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ. നിരന്തരമായ നാടക പരിശീലനം എന്നുള്ള രീതിയിലൊക്കെ നാടകത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട്, പല ഭാഗത്തുണ്ട്. പക്ഷേ കോഴിക്കോടാണ് അതിൻ്റെ ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കോഴിക്കോട് അതിനകത്ത് ഇപ്പോൾ ഒരു സാംസ്കാരിക നഗരിയും കൂടിയല്ലേ. അപ്പോൾ ആ രീതിയിൽ കോഴിക്കോട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി സംരംഭങ്ങളുണ്ട്. അതിനകത്ത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ മഞ്ചാടിക്കൊരു എന്ന് പറയുന്ന ഇതിൻ്റെ പേരുള്ള. ഇതിപ്പോൾ അതിൻ്റെ കാര്യം കുട്ടികൾക്ക് ഈ നാടകം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നറിയാം. മാഷ് ഇപ്പോൾ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാഷിനും അറിയാവുന്നൊരു കാര്യമാണ്. മുൻകാലങ്ങളിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, മുൻകാലങ്ങളിൽ നമ്മൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ റാങ്ക് സർട്ടിഫിക്കറ്റിൻ്റെ കനവയ്ക്കായിരുന്നു പരിഗണിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ ഇന്നത് മാറി. ഇന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ പോലുള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ
കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, ക്യാമ്പുകൾക്ക് പോകുമ്പോൾ എക്സ്പ്രസ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് മുന്നിലിരിക്കുന്ന ആൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എക്സ്പ്രസ് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാടകമോ അഭിനയമോ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളോ കരിയറോ ഒന്നും നിങ്ങളുടെ ലക്ഷ്യമല്ല, നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും സ്കൂളിൽ നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ കൃത്യമായ രീതിയിൽ, അത് നമ്മുടെ മുഖഭാവം കൊണ്ടാവാം, ശരീരചലനം കൊണ്ടാവാം, മുന്നിലിരിക്കുന്ന ആൾക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരാൾക്ക് വിശ്വസിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം വിശ്വസിക്കണം എന്നുള്ളതാണ്. ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ആത്മവിശ്വാസം നമ്മളിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ മുന്നിലിരിക്കുന്ന ആൾക്കത് കൺവിൻസ് ആവുന്നുള്ളതാണ്. സ്വയം വിശ്വസിക്കുക, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ ഏത് കരിയറിനാണെങ്കിലും, അത് ഏത് മേഖലയിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികൾ മാത്രമല്ല, അല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം, ഇവർക്ക് ഒരുപാട് കഴിവുകളോ അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കാനോ അറിവോ സംഭവങ്ങളോ ബാക്ക്ഗ്രൗണ്ടോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ അത് മറ്റൊരു സ്ഥലത്തേക്ക് പകർന്നു കൊടുക്കുക എന്നല്ല, പ്രകടിപ്പിക്കുക, കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിയേറ്റർ വർക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന അധ്യാപകരോടും അതുപോലെ തന്നെ ഈ സമാന്തര വിദ്യാഭ്യാസ പ്രവർത്തനമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ പറയുന്നൊരു സംഭവമാണ്, തിയേറ്റർ എന്ന് പറയുന്നത്, തിയേറ്റർ ആക്ടിവിറ്റി, തിയേറ്റർ പരിശീലനം എന്ന് പറയുന്നത് 100% സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഗതി തന്നെയാണ്. പിന്നെ അതിൽ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ പൊതുവെ നമ്മുടെ സ്കൂളുകളുടെ ഒക്കെ ഇപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നൊരു സ്കൂളിനെ കുറിച്ച് എനിക്ക് ഒരു പരിഭവം കൂടെ പറയാനുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പറയുന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ ഈ പറയുന്ന നാടക പരിചയം സംഭവങ്ങൾ, നാടകമായിട്ട് എന്തോ ആട്ടെ, അല്ലെങ്കിൽ മറ്റ് സംഗതികൾ, മറ്റ് സോഷ്യൽ ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഞാനെന്നൊരു വ്യക്തിയെ എവിടെയെങ്കിലും അടയാളപ്പെടുത്താനോ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിനൊക്കെ സാധിച്ചത് നമ്മൾ സ്കൂളിൽ നിന്ന് സിലബസിൻ്റെ ഭാഗമായി, പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പഠിച്ചതിനപ്പുറത്തേക്ക് എനിക്ക് നമ്മളെന്താ പറയുക, എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസാണ്. ആ തരത്തിൽ ഇപ്പോൾ സുരേഷ് മാഷിനെ പോലെയുള്ള അല്ലെങ്കിൽ മുരളി സാറിനെ പോലെയൊക്കെയുള്ള ചില അധ്യാപകർ ഞാനൊന്ന് പറഞ്ഞില്ലേ, ചെറുതായിട്ടെങ്കിലും തന്ന ഒരു ഫ്രെയിമിൻ്റെ പുറത്താണ്. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോകുന്നുണ്ട്, കുറേ കൂടി ബലമുള്ള അല്ലെങ്കിൽ കുറേ കൂടി അന്നത്തെ ആത്മവിശ്വാസം തരുന്ന, വഴിതെളിക്കുന്ന തരത്തിലേക്കുള്ള, ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സഹായം, ഒരു ശ്രദ്ധ, ഒരു താങ്ങലൊക്കെ ആ സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ മറ്റൊരു തലത്തിൽ എന്നെ വിടുക, ഇപ്പോൾ എൻ്റെ ഒരു പരിമിതി കൊണ്ടായിരിക്കാം ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കഴിവുള്ള കുട്ടികളൊക്കെ ആ കൂട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്താനും പാഠ്യ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് കുറേ കൂടി ശ്രദ്ധ കൊടുക്കാൻ, അവരുടെ കരിയറിൽ മാത്രമല്ല, ഇനി ആ കരിയർ പ്രൊഫഷൻ തുടരാൻ താല്പര്യമില്ലാത്ത ആളുകളുടെ സാമൂഹ്യ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒക്കെ തന്നെ ബലം തരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞാനൊക്കെ പഠിച്ച കാലത്ത് അത് ഉണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരിഭവം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ മാഷിനോട് എനിക്ക് തോന്നാനുള്ളത്, മാഷിന് അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാതെ പോയ, ഏതായാലും മാഷിനുള്ള പ്ലാനും അതിനുള്ള കഴിവും അത്തരം ഒരു ഉള്ളിലുള്ള ഒരു തോന്നലൊക്കെ മാഷിന് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെ നടക്കാതെ പോയിട്ടുള്ള എന്തെങ്കിലും സംഭവം മാഷിന് അനുഭവത്തിൽ? നടക്കാതെ പോയേക്കുമായിരുന്ന ഒരു സംഭവം നടത്തിയതൊരു അനുഭവമുണ്ട്. ഞാൻ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഇത്തിൽ കണ്ണികൾ എന്നുള്ളൊരു നാടകം പിന്നെ അവർ NSSന്റെ സ്റ്റേറ്റ് സെല്ല് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ അവതരിപ്പിക്കണം, അതായത് NSSന്റെ കെയർ ഓഫിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ അത് പറഞ്ഞ പോലെ സർക്കാർ കാര്യങ്ങളൊക്കെ പലപ്പോഴും നിർദ്ദേശങ്ങൾ വരിക 2-3 ദിവസം മുമ്പാണ്. അപ്പോൾ അതിനുശേഷം ഈ കുട്ടികളെ ഒന്നിച്ച് നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ മറ്റു പല പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് അവരെ ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. പ്രത്യേകിച്ച് മറ്റ് പരീക്ഷകളൊക്കെ അടുത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതവരെ ഒന്ന് യോജിപ്പിച്ച് നാടകം പോലെയുള്ള ഒരു പ്രവർത്തനത്തിന് ഇതാക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കതിന് സമയം കിട്ടിയത് ഈ പരിപാടി ഇത് അരങ്ങേറണം, ഈ ഒരു പരിപാടി അരങ്ങേറണമെന്ന് ആവശ്യപ്പെട്ട ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഇവരെ കിട്ടിയത്. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ നാടകം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഞാൻ ആലോചിച്ചത്. തലേ ദിവസം എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടുന്നു, പിറ്റേ ദിവസം അവരെനിക്ക് അവരെ വിളിച്ചു കൂട്ടുന്നത്. ഒരു ദിവസം കൊണ്ട് നാടകം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വസ്തുത. പക്ഷേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അത് നാടകം ഇവർ എക്സ്റ്റംപറി ആയിട്ട് ഇത് പറയാതെ, അതായത് നേരിട്ട് ഡയലോഗുകളുടെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് അടുത്തത് ഏത് എന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയില്ലാതെ ആ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടിട്ട്
ഏകദേശം അത് മനസ്സിൽ കണ്ടുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഇംപ്രവൈസേഷൻ എന്ന് പറയുന്ന ആ രീതിയിൽ അത് പറയാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തി. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നാടകത്തിലുള്ള ശ്രദ്ധേയമായ ഭാഗങ്ങൾ തലേ ദിവസം എനിക്ക് വൈകുന്നേരമാണ് കിട്ടുന്നതെങ്കിൽ രാത്രി ഒരു 1 മണി വരെ 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വെച്ചാൽ യൂട്യൂബിൽ. ആ വീഡിയോയിലുള്ള പോലെയല്ല നമ്മൾ ചെയ്തത്. ഇത് തെരുവ് നാടകമായിട്ട് വീഡിയോ ഒരു സ്റ്റേജ് നാടകമായിട്ടാണുള്ളത്. നമ്മളിത് തെരുവ് നാടകമായിട്ട് എരുമൗണ്ട് ടൗണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ലിമിറ്റേഷൻസ് നമുക്ക് ആലോചിക്കാമല്ലോ. ഒരു വേദിയിലുള്ള നാടകത്തിന് അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്തതാണ്. അത് ഇവർക്ക് അത് കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അറിയാവുന്ന നാടക നടന്മാരും അധ്യാപകരെയൊക്കെ വെച്ചിട്ട് ചെയ്തൊരു സാധനമാണത് യൂട്യൂബിലുള്ളത്. അപ്പോൾ അതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഇവിടെ പകൽ വെളിച്ചത്തിൽ ഇവിടെ തെരുവിൽ ഇവിടെ എരുമൗണ്ട് അങ്ങാടിയിലാണ് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാത്രി 2 മണി വരെയൊക്കെ കുത്തിരുന്നിട്ട് അന്ന് ഏതാണ്ട് ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതിന്റെ പ്രസക്തമായിട്ടുള്ള അവർക്ക് കഥാപാത്രങ്ങളൊന്ന് പരിചയപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ കട്ട് ചെയ്ത് ഒരുപാട് സമയമെടുത്തു. ഏത് ആലോചിക്കാൻ തന്നെ സമയമെടുക്കും. കട്ട് ചെയ്ത് അവർ ആ രാത്രിക്ക് രാത്രി അവർക്ക് അയച്ചു കൊടുത്തു. അവർക്കത് അവർ ഉറങ്ങിയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് അത് അയച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം കാലത്ത് അവരൊക്കെ വിളിച്ചു. കാലത്ത് വിളിച്ചു വിട്ടിട്ട് പറഞ്ഞു വ്യത്യസ്ത കാലത്തല്ല സ്കൂളിൽ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ അപ്പോഴേക്കും അവർക്കത് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഈ സംഗതികളൊക്കെ ഒന്ന് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാൻ. അപ്പോൾ അതിനകത്ത് ആൺ വേഷം കേളപ്പേട്ടൻ എന്നുള്ള ഒരു വേഷം ചെയ്യാൻ ആൺകുട്ടിയില്ല, ഒരു പെൺകുട്ടിയാണ് കേളപ്പേട്ടൻ്റെ വേഷം ചെയ്തത്. ഞാൻ അവളെ ഇപ്പോഴും കേളപ്പേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ അവരിങ്ങനെ ചെയ്യാണ്. ഇത് ഒറ്റ തവണ റിഹേഴ്സൽ ഒന്നും പറയാൻ പറ്റില്ല. ഒരു തവണ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഒന്ന് അഭിനയിച്ചു നോക്കാൻ സമയം കിട്ടിയില്ല. ഒരു തവണ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനേ സമയം കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കിട്ടില്ലല്ലോ അവർ. അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു എന്നാലും നടക്കൂല എന്നുള്ള ഏകദേശം നമുക്ക് തോന്നുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് നാടകം ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു ബിക്കോസ് രാവിലെ തന്നെ നാളെ 10 മണിക്കാണ് ഇത് ഇറങ്ങേറേണ്ടത്. രാവിലെ എല്ലാവരും ഇവിടെ അടുത്തൊരു ക്വാർട്ടേഴ്സിന്റെ സ്ഥലത്തെത്താൻ സ്കൂളിൽ എത്തണം എന്ന് പറഞ്ഞ പോലെ ഭാഗ്യത്തിന് അവരെല്ലാവരും രാവിലെ തന്നെ എത്തി. നമ്മളൊരു ക്വാർട്ടേഴ്സിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ വളരെ മാറിയെന്ന് വേണമല്ലോ ചെയ്യാൻ. ഒരു തവണയോ ഒരു തവണയും രണ്ടാമത്തെ തവണ ഒരു പകുതിയും ചെയ്യാനുള്ള സമയം കിട്ടിയുള്ളൂ. അപ്പോഴേക്കും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് അതിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ഭാഗ്യത്തിന് ശബ്ദപരമായിട്ടുള്ള പല പ്രതിസന്ധികളും ഉണ്ടായി. കാരണം പെട്ടെന്ന് ഇത് ഒഡിബിൾ അല്ലാണ്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ബസ് വരുന്നു. അപ്പം അതിന്റെ ഇടയ്ക്ക് മാറി കൊടുക്കണം. അവരിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബസ്സോ ജീപ്പൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവർ മാറിക്കൊടുത്തിട്ട് ഒന്ന് ഒതുങ്ങി കൊടുത്തിട്ട് വീണ്ടും ക്യാരക്ടറായിട്ട് മാറണം. അതും പരിചയമൊന്നും കിട്ടാത്ത. എന്നാൽ പോലും അത് വലിയ കുഴപ്പമില്ലാണ്ട് അത് അരങ്ങേറാൻ പറ്റി. അത് യൂട്യൂബിലൊക്കെ ഉണ്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ. അതെനിക്കൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു. പക്ഷെ ഇത് കണ്ടു നിന്ന ആൾക്കാർക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. ഇത്രയും മെനക്കേട് ഇങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കി എന്നുള്ളത്. അപ്പം അത് ഈ പരിമിതികൾക്കിടയിൽ വിജയിച്ചതായാണ് ചില അത്യപൂർവം വിജയങ്ങളിലൊന്നായിട്ട് അതിൽ വലിയൊരു പാഠമുണ്ട്. കാരണം നമ്മൾ ഇതെന്താണ് സംഗതി എന്നുള്ളത് തൽക്കാലം മാറ്റി വയ്ക്കാൻ ഇതേ വോള്യത്തിലുള്ള ഒരു ചാപ്റ്ററാണ് ഇവർക്ക് പഠിക്കാൻ കൊടുത്തത്, പഠിപ്പിക്കാൻ വേണ്ടി. അത് പഠിപ്പിക്കാനും ആ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനും എത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യും. ഈ മാഷ് പറഞ്ഞ മാതിരി ഒരു വിജയം അതിനകത്ത് കാണുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഈ സാധനം എത്ര പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യാനും മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റി, അവർക്ക് പ്രസന്റ് ചെയ്യാനും പറ്റി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ നമുക്ക് പഠിപ്പിക്കുന്നതെല്ലാം ഈ രീതി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് അറിയാം. നമുക്ക് എല്ലാ കാര്യങ്ങളല്ല ഈ നാടകം വഴിയൊന്നും അല്ലെങ്കിൽ നാടകം പോലെ നമ്മുടെ സിലബസ് പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനിങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മളൊരു സാധനത്തെ ഉൾക്കൊള്ളേണ്ടത് ഇങ്ങനെയാണ്, ഉൾക്കൊണ്ട സാധനത്തെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രസന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് ആ കുട്ടികൾക്ക് അവരറിയാതെ തന്നെ ഒരു സാധനം ഒരു മണിക്കൂറുകൾക്കുള്ളിൽ അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് അറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് ബോധം ഉണ്ടാവേണ്ടതുണ്ട്. എനിക്ക് പഠിച്ചിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യാനുള്ള ഏത് വിഷയത്തെയും എനിക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാം, ആ ചെയ്യാനുള്ളൊരു സാധ്യത എന്നിലുണ്ട് എന്ന് കുട്ടികൾക്ക് ഈ അവതരണത്തോടെ മനസ്സിലായിരുന്നു. ആ ഒരു ബോധത്തെ, ആ ഒരു ആത്മവിശ്വാസത്തെ, ആ ഒരു രീതിയെ, പാറ്റേണിനെ എങ്ങനെയെങ്കിലും ഈ സിലബസുമായിട്ട് കൂടി കണക്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞത് സിലബസിലുള്ള പാഠ്യ സാധനങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതാണ്. ഇതിനോട് ഞങ്ങൾ അറ്റാച്ച്മെന്റ് നിലനിർത്തേണ്ടത് ഈ രീതിയിലാണെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ നാടക രീതിക്ക് കഴിയും. തിരുവനാടകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കണം. തിരുവനാടകമാണല്ലോ അങ്ങനെ എനിക്ക് അവതരിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും സ്വാതന്ത്ര്യമുള്ളതും ആത്മവിശ്വാസം തരുന്നതും തിരുവനാടകമാണ്. ഞാൻ അബുദാബി ചെന്നിട്ട് ആദ്യം അവതരിപ്പിക്കുന്ന നാടകം ഒരു തിരുവനാടകമാണ്. അപ്പോൾ മാഷ് ആ കുട്ടീനെ വിളിക്കുന്ന പേരെന്താന്ന് പറഞ്ഞാൽ കേളപ്പേട്ടൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ നാടകത്തിനൊക്കെ എൻ്റെ ഒരു പേര് എഴുതിയ ജയേഷ് നിലമ്പൂർ എന്നാണ്. എനിക്ക് ജയേഷ് എരുമുണ്ടാന്നാണ് എഴുതേണ്ടത്. എന്തായാലും നമ്മുടെ എരുമുണ്ടാണല്ലോ ഗ്രാമം. അപ്പോൾ പുറത്തറിയാൻ വേണ്ടി ജയേഷ് നിലമ്പൂർ. അതിപ്പോൾ നിലമ്പൂർ ആയിഷ, നിലമ്പൂർ ബാലനൊക്കെ പറയുന്നത് കുറച്ച് കനത്തി കിടന്നോട്ടെ എന്ന് കരുതുക. അല്ലാതെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഞാൻ ഈ ചെയ്ത നാടകത്തിൻ്റെ തെരുവുനാടകമാണ് ആദ്യം ചെയ്തത്. വലിയ നാടകമായിരുന്നു. ഉദയൻ കുണ്ടാങ്കുഴി കാസർഗോഡുള്ള ഒരു നാടക പ്രവർത്തനം, നാടകം പാട്ട് സംവാദകനൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഞങ്ങളെ പരിശീലിപ്പിച്ചൊരു നാടകമാണ് കോഴിപ്പോര് എന്നായിരുന്നു. അതിൽ കോഴിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്.
പിന്നെ സംഘടനയുടെ അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെ പേരെഴുതുമ്പോൾ ബ്രാക്കറ്റിൽ കോഴി എന്ന് ഞാനിങ്ങനെ കാണാൻ തുടങ്ങി. ജയേഷ് കോഴി, ജയേഷ് കോഴി എന്ന് പല സ്ഥലത്തും. അപ്പോ ഞാൻ തുടക്കല്ല ചെന്നുള്ള ആര് ജയേഷ് ജയേഷാണ്, ജയേഷ് എന്നുള്ള പേര് ആ പേരിൽ ആൾക്കാർ സേവ് ചെയ്ത് വെച്ചാൽ പ്രശ്നം ആളുകൾ ജയേഷ് കോഴിന്ന് സേവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ട്രൂ കോളറിലത് വരും. അങ്ങനെ അന്ന് പിന്നെ ട്രൂ കോളർ ഇല്ലായിരുന്നു, 2009 അപ്പൊ ഞാന് ബോധപൂർവം തന്നെയാണ് ഞാൻ പിന്നെ ജയേഷ് നിലമ്പൂരിന്ന് ചേർക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ജയേഷ് കോഴി അല്ലാതെ മാറിയത്. അപ്പോ ഞാൻ തിരുവനാടാണ് ആദ്യം കളിച്ചത്. പിന്നീട് ഞങ്ങള് ആദ്യം കളിച്ച നാടകം പുലിജന്മം, എൻ പ്രഭാകരൻ മാഷിന്റെ പുലിജന്മം. അത് അവിടെ തന്നെ ഉണ്ടായിരുന്ന പ്രവാസിയായിട്ടുള്ള സ്റ്റാൻലി എന്ന് പറഞ്ഞ മാഷാണ് സംവിധാനം ചെയ്തത്. പിന്നെ നമ്മൾ 2ാമത്തെ വർഷം ഈ സാംകുട്ടി മാഷിന്റെ ഘടകർപ്പന്മാരാണ് ചെയ്തത്. 3ാമത്തെ വർഷം ചെയ്ത നാടകം ഊവാവ് എന്ന് പറഞ്ഞ നാടകം. ഭരതമുരളി നാടകോത്സവത്തിൽ 1ാം സ്ഥാനം അബുദാബി ശക്തി തിയേറ്റേഴ്സിന് കിട്ടിയ നാടകമാണ് ഊവാവ് എന്ന് പറഞ്ഞ നാടകം. ആ നാടകത്തിന്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു, അതുവരെ നമ്മൾ ചെയ്ത 2 നാടകം പ്രൊസീനിയം സ്റ്റൈലാണ്. പ്രൊസീനിയം സ്റ്റൈൽ നമ്മുടെ നോർമൽ സ്റ്റേജിന്റെ ഉള്ളിലുള്ള നാടകമാണ് നമ്മൾ ചെയ്തത്. അതിൽ ഈ ഇതില് ഘടകർപ്പന്മാരിൽ അവിടുത്തെ ഈ പ്രൊസീനിയം സ്റ്റേജിന്റെ സങ്കല്പത്തെ മാറ്റിമറിച്ചൊരു നാടകമായിരുന്നു. അതിനൊരു നമുക്ക് ത്രസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റും, റാമ്പ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ചെയ്തിട്ട് അത് ശരിക്കൊരു അബുദാബി നാടക ചരിത്രത്തിൽ മാറ്റം കൊണ്ടുവന്ന ഒരു അത്ഭുത നാടകം തന്നെയായിരുന്നു ഘടകർപ്പന്മാർ. അതിനുശേഷം നമ്മൾ അത്തരം സംഗതികളില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണിൽ ചെയ്ത നാടകമാണ് ഊവാവ് എന്ന് പറഞ്ഞ നാടകം. അപ്പോൾ ഒരു തെരുവ് നാടകക്കാരൻ എന്ന തരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകിയ അതിനകത്തൊരു ലീഡ് ക്യാരക്ടറിലൊന്നാണ് ഞാൻ ചെയ്തത്. അതൊരു ഓപ്പൺ തിയേറ്ററായിരുന്നു. ആളുകൾ ചുറ്റും ആളുകൾ ഇരിക്കുമ്പോൾ നമ്മളൊരു ഒരടി ഉയരത്തിൽ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആളുകളുടെ ഉള്ളിൽ നിന്ന് കയറി വരുന്നു, ഇറങ്ങി പോകുന്നു. അത്തരത്തിലാണ് നാടകം ചെയ്തത്. അപ്പോൾ ഞാൻ മറ്റേത് നാടകം ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് നാടകം ഓരോന്നും ഓരോ സ്കൂളിംഗാണ്, ഓരോ രീതിയാണ്, അതിനെല്ലാം അതിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും മനസ്സിൽ എൻജോയ് ചെയ്ത് നമ്മൾ സുഖിച്ച് അഭിനയിക്കുക എന്ന് പറയില്ലേ, നമുക്ക് പലർക്കും പേടിയുള്ളൊരു സംഭവമായിരുന്നു ആളുകളുടെ ഇടയിൽ നിന്ന് അഭിനയിക്കാനാണ്. പക്ഷേ തെരുവ് നാടകത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ആളുകളുടെ ഇടയിൽ നിന്ന് കയറി വരിക, ആളുകളുടെ ഇടയിൽ നിന്ന് അഭിനയിക്കുക, അത് ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല 3 വശം, ഒരു വശം പുറകിലൊരു പള്ളി പോലെ സെറ്റ് ചെയ്തതാണ്. 3 വശത്ത് നിൽക്കുന്ന ആളുകളോട് നമ്മൾ നടക്കുന്നതൊക്കെ ഡയഗണലായിട്ടാണ്. പ്രൊസീനിയത്തിൻ്റെ യാതൊരു കെട്ടുപാടുകളും ബാധ്യതകളും ഇല്ലാതെ ഏറ്റവും സുഖിച്ച് അഭിനയിച്ചൊരു നാടകം. തെരുവ് നാടകത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതെനിക്ക് തോന്നുന്നു ആ നാടകക്കൂട്ടത്തിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി അഭിനയിക്കാൻ പറ്റിയത് എനിക്കാണ്. കാരണം മറ്റാളുകൾക്ക് ഈ ആളുകളുടെ ഇടയ്ക്ക് നിന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ പ്രൊസീനിയത്തിൽ നമുക്കൊരു സൗകര്യമുണ്ട്. നമ്മളൊരു ചതുരത്തിനുള്ളിൽ ലൈറ്റ് വരുന്നു, എല്ലാ ആളുകളുടെയും ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് വരുന്നു. നമുക്ക് തന്നെ ഒരു ഓറ ഫീൽ ചെയ്യുന്നു, നമ്മളൊരു ആക്ടറായിട്ടൊക്കെ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഭവം പ്രൊസീനിയത്തിൻ്റെ ഉള്ളിൽ കിട്ടും. പക്ഷെ ഒരു ഓപ്പൺ സ്ഥലത്തേക്ക് കിട്ടിയപ്പോൾ മറ്റ് ആക്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം കിട്ടിയത് ഈ ആളുകളുടെ ഉള്ളിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് അഭിനയിക്കുമ്പോഴായിരുന്നു. അതാണ് ആ ശൈലിയിൽ ചെയ്ത ഒരു നാടകമായിരുന്നു യുവാവ്. ഈ പഠനമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ള എന്താ പറയുക, സാറിന് ഒരു നാടകം പിന്നെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപകർക്കുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അനുഭവത്തിലുള്ളത്. ഒരു നാടകം മുഴുവനായിട്ടൊന്നും ക്ലാസ്സിൽ നാടകമായിട്ട് അവതരിപ്പിക്കാനോ അവരെ കൊണ്ട് അവതരിപ്പിക്കാനുള്ള സമയമൊന്നും ടീച്ചേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ളൊരു കാര്യം, അതിൻ്റെ ഒരു ചെറിയ അനുഭവമെങ്കിലും കൊടുക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കാര്യം, എപ്പോഴും അവരെ കൊണ്ട് ആദ്യം ചെയ്യുന്നത് നാടകത്തിന് ഒരു അതിനുള്ളൊരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഡയലോഗ്, ഒരു സിനിമയിലെയോ മറ്റോ ഒരു ഡയലോഗ് ഇതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ചോദിക്കുക. ഉദാഹരണത്തിന്, എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയിട്ടില്ല, നിനക്ക് പോലും എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗാണ് ഒരു സിനിമയുള്ള. ഞാൻ ചോദിക്കുന്നത്, ഈ ഡയലോഗ് നിങ്ങൾക്കൊന്ന് മമ്മൂട്ടിയിലൊന്നും പറയാതെ ഈ ഡയലോഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, തമാശ രീതി പറയാം, അല്ലെങ്കിൽ പിന്നെ സങ്കടത്ത് പറയാം, കരഞ്ഞുകൊണ്ട് പറയാം, ഓരോരുത്തരോടും പറയാൻ ആവശ്യപ്പെടും. പലപ്പോഴും പലരും അത് പലപ്പോഴും ഗേൾസാണ് കേട്ടോ പലപ്പോഴും അതിനകത്ത് മുന്നിട്ട് നിന്നുള്ളത്. ബോയ്സൊക്കെ പലപ്പോഴും പറയാൻ വെറുതെ നഴ്സറി കുട്ടികൾ പറയുന്ന മാതിരി എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയിട്ടില്ല എന്നൊക്കെ കാര്യമുണ്ട്. ഈ പിന്നെ പൊതുവെ നമ്മൾ പറയുമല്ലോ, സ്ത്രീകൾക്കാണ് കുറച്ചുകൂടെ ഇമോഷണൽ സാധനങ്ങൾ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ സബ് ടെക്സ്റ്റ്, അതിനകത്തേക്ക് ഇമോഷണൽ അവർക്ക് പെൺകുട്ടികൾക്ക് കലർത്താൻ പറ്റുന്നത് കൊണ്ടാണ് ജനറലി കൂടുതൽ പറയാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അന്തരീക്ഷം ആദ്യം ഉണ്ടാക്കും. ഒരുപക്ഷെ അതിനൊക്കെ തന്നെ ഒരു പീരീഡ് പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ട് ഒരു ഭാഗം മാത്രം ചെയ്തിട്ട് 5 മിനിറ്റ്, അതായത് 4-5 ഡയലോഗുകൾ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ 5-10 ഡയലോഗുകൾ മാത്രമുള്ള ഒരു ഭാഗം മാത്രം അവരെ കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ക്യാരക്ടേഴ്സിനെ നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുത്ത ശേഷം, ക്യാരക്ടേഴ്സിനല്ല അഭിനയിക്കേണ്ട ആൾക്കാരെ തിരഞ്ഞെടുത്ത ശേഷം അവരെ ഞാൻ താഴത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവരെയും ശ്രദ്ധിക്കും, ഇടയ്ക്ക് തിരിച്ചു വന്ന് ക്ലാസ്സിലും ശ്രദ്ധിക്കും, ക്ലാസ്സിൽ വർക്കും കൊടുക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഒരു 4 പീരീഡ് കൊണ്ടാണ് ദ അവർ ഓഫ് ട്രൂത്ത് നമ്മൾ പേഴ്സിവൽ വയലറ്റിൻ്റെ ഒരു നാടകം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അത് യൂട്യൂബിലുണ്ട്. അത് ഒരുപക്ഷെ ആ നാടകം ആദ്യമായിട്ട് ചെയ്തത് വേറെ ആരും ചെയ്തത് ഒരുപക്ഷെ ഒരു സ്ഥലത്തും അങ്ങനെ നാടകം ചെയ്തതായിട്ട് കാണാനല്ല, നമ്മളാണ് ചെയ്തത്. പിന്നീട് അത് CRT കുറച്ച് വലിയ ടീച്ചേഴ്സിനൊക്കെ വെച്ച് കോവിഡ് കാലത്ത് ചെയ്യേണ്ടായി, പക്ഷേ മുഴുവനായി ചെയ്യേണ്ടായി.
പക്ഷെ മുഴുവനായും ചെയ്യുക എന്ന് പറയുന്നത് ക്ലാസ്സിൽ പ്രായോഗികമല്ല. എങ്കിലും ഒരു അനുഭവം കൊടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ നാടകത്തിൻ്റെ ഒരു കഷ്ണം, നാടകത്തിൻ്റെ ഒരു ചെറിയ ഒരു കീറ്, ഒരു ചെറിയ കഷ്ണം അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ ഏത് അധ്യാപകനോ അധ്യാപികയും വിചാരിച്ചു കഴിഞ്ഞാലും സാധിക്കുന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു ചെറിയ പ്രവർത്തനമല്ല, വലിയ പ്രവർത്തനമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, പല സ്ഥലത്തും മാസ്റ്റർ നിൽക്കുമ്പോഴല്ലാത്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. ആ ഒരു ഫ്രെയിം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തിയേറ്റർ ക്യാമ്പ് എടുക്കാൻ പോകുമ്പോഴും ഞാൻ അക്കാഡമിക്കലി അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അവർക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മളാൽ സാധ്യമായിട്ടുള്ളൊരു ഫ്രെയിമാണ്. പിന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ, അത് നാടകമാവട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് അവതരണത്തിന്റെ സാധ്യതയാണെങ്കിലും, അത് കലയുടെ അവതരണം മാത്രമാവണമെന്നില്ല, അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഏതിനാണെങ്കിലും അവർ ഈ അവതരണത്തിലൂടെ കടന്നു പോകുമ്പോൾ മഷൊക്കെ ചെയ്തു വെക്കുന്ന ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അവർക്ക് വളരെയധികം ഗുണപ്പെടും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിനന്ദിക്കുന്നത് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നൊരു സംഭവമാണ്. നമ്മൾ ഏറ്റവും ചെറുതെന്ന് കരുതി പോകുന്ന ഈ ചെറിയൊരു സാധനം പോലും ഏറ്റവും ഗുണപരമായിട്ട് അവർക്ക് പിന്നീട് അത് അവരുടെ അനുഭവത്തിലേക്ക് വരും. ആയിക്കോട്ടെ, അപ്പോൾ ഒരുപാട് സംസാരിച്ചു. സാധനോട് ഒന്ന് പറയാൻ സംഭവമായിട്ട് നമ്മുടെ ഈ ശരീരത്തിൻ്റെ സംഭവം നമ്മൾ പറഞ്ഞില്ലേ, അത് പറഞ്ഞൊരു സാധനം. അപ്പോൾ നമുക്ക് എങ്ങോട്ട് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുക? അതായത് സ്ത്രീ പുരുഷ ശരീരത്തിൻ്റെ സംഭവമാണ്, ശരീരത്തിൻ്റെ ബഹുമാനമാണ് നാടകം. അതൊരു സദാചാര അല്ലെ, നാടക അവതരണമായിട്ട് ബന്ധപ്പെട്ട സദാചാര പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട പിന്നെ സ്ത്രീകളുടെ എങ്ങനെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നുള്ളത് ആദ്യം കെട്ടിച്ചു. അതിന് പറയുമ്പോൾ ഞാനൊരു ചോദ്യത്തിലൂടെ തന്നെ പറയാം. നമ്മളെ സ്കൂളുകളിലൊക്കെ ആദ്യകാലങ്ങളിൽ നിന്നല്ല, ഒരുപാട് ഇപ്പൊ പോലും കുറച്ചു കാലം മുമ്പ് വരേക്കും ഈ സ്ത്രീകളുടെ വേഷം ചെയ്തിരുന്നത് ബോയ്സാണ്. കാരണം അതിന്റെ ചില സദാചാര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പലരും കരുതിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴതൊക്കെ മാറി, പക്ഷേ സ്ത്രീകളെ വേഷം സ്ത്രീകൾ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ജേഷ് എന്ന് വന്നിട്ട് നാടക പരിശീലനത്തിന് വന്നപ്പോൾ തീർച്ചയായിട്ടും ഗേൾസും ബോയ്സൊക്കെ ഒന്നിച്ച് ഒക്കെ തന്നെയാണ് അഭിനയിച്ചത്. അതിലൊന്നും ഒരു മടിയോ അവർ കാണിച്ചില്ല എന്നുള്ളത് അന്ന് നാടക പരിശീലനത്തിന് NSSന് വേണ്ടിയിട്ട് ജേഷ് വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഫലത്തിൽ ഇപ്പോഴും യൂത്ത് ഫെസ്റ്റിവലിനും മറ്റും സ്ത്രീയുടെ വേഷം ഷേക്സ്പിയറിന്റെ കാലത്തുള്ളത് മാതിരി പുരുഷന്മാർ കെട്ടുന്ന ഒരവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണോ സ്ത്രീകളുടെ ശരീരത്തിന്റെ എന്ന് പറയുന്നത് തുടങ്ങിയത്? പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ശേഷം ഇതില്? ഇപ്പം മാഷ് പറഞ്ഞല്ലേ, ഈ പുരുഷന്മാർ തന്നെ സ്ത്രീകളുടെ വേഷം കെട്ടുക എന്നുള്ളത്. നമ്മൾ പ്രവാസ നാടക ചരിത്രം, ഞാനിങ്ങനെ പഴയ നാടക പ്രവർത്തകരോട് അവിടെ സംസാരിക്കുമ്പോൾ, ഒരു കൃഷ്ണൻ വേട്ടാമ്പള്ളിയുണ്ട്, ഒരു GR ഗോവിന്ദൻ മാഷ്, അദ്ദേഹം സംഗീതാധ്യാപകനാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ആദ്യകാലത്ത് അവിടെ അങ്ങനെ തന്നെയായിരുന്നു UAE. അത് എനിക്ക് തോന്നുന്നു 1980-കളിലൊക്കെ, ഞാൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ ആയിരിക്കണം, ആ കാലഘട്ടത്തിൽ 1980-കളിലെ കാര്യങ്ങളാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. വർഷം കറക്റ്റാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അന്ന് എല്ലാ സ്ത്രീകളുടെ വേഷം ചെയ്തത് പുരുഷന്മാരാണ്. അപ്പോൾ ഈ GR ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആ മാഷാണ് അവിടുത്തെ മികച്ച നടി. ഒരു വർഷം മികച്ച നടി അദ്ദേഹമാണ്, സ്ത്രീവേഷം കിട്ടും. അപ്പൊ എനിക്കതിനകത്ത് ചെറിയൊരു വിയോജിപ്പുണ്ട്. അതായത് നടിയുടെ സ്ത്രീയുടെ വേഷം ചെയ്താൽ അദ്ദേഹത്തിന് മികച്ച നടനാണ് കൊടുക്കേണ്ടത്, മികച്ച നടിയല്ല കൊടുക്കേണ്ടത്. അത് ഒരു സാങ്കേതികമായിട്ടുള്ള എന്റെ വിയോജിപ്പാണ്. പക്ഷേ എങ്കിൽ പോലും അത് അബുദാബിയുടെ അല്ലെങ്കിൽ പ്രവാസ നാടക ലോകത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗോവിന്ദൻ മാഷിന്, ഗോവിന്ദേട്ടനാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഗോവിന്ദേട്ടന് അദ്ദേഹത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ആ കാലഘട്ടം കഴിഞ്ഞു പോകുന്നതിന് ശേഷം സത്യത്തിൽ നടികളുടെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിവുള്ള, തയ്യാറായെന്നുള്ളതൊന്നുമല്ല പറയേണ്ടത്, കഴിവുള്ള, അതിന് ശേഷിയുള്ള നടികളുടെ ഒരു സമ്പന്നതയാണ് സത്യത്തിൽ UAE പ്രവാസ നാടക ലോകത്തുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, അഭിനയം എന്ന് പറയുന്നത് സത്യത്തിൽ ശരീരത്തിൻ്റെയും ശബ്ദത്തിൻ്റെ ഒരു ആഘോഷമാണ്. അവിടെ ശരീരത്തിൻ്റെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരം, അത് ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ ആഘോഷം നടക്കണമെങ്കിൽ അവരുടെ ശരീരത്തിനും ഏത് തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് അവിടെ ഉണ്ടാവണം. അത് സ്വാതന്ത്ര്യം ആരും കൊടുത്ത സ്വാതന്ത്ര്യമല്ല, ആ സ്വാതന്ത്ര്യം ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് സാധ്യമാവുക. എൻ്റെ ഒരു നാടകം അനുഭവത്തിൽ വെച്ചാൽ അങ്ങേയറ്റം നാടകത്തിൽ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, സ്വന്തം ശരീരത്തിനോടൊപ്പം മറ്റുള്ളൊരു ശരീരത്തെ ബഹുമാനിക്കുന്നത് കൂടിയാണ് നാടകത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അവിടെയാണ് നാടകം സാധ്യമുള്ളൂ, പരസ്പര ബഹുമാനവും പരസ്പര വിശ്വാസവും ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളെ കുറ്റം പറയുകയല്ല, ഒരുപക്ഷെ അത് അവരുടെ ജീവിതോപാധിയുടെ ഭാഗമായിട്ട് അവർ വരുന്നു, ഒരു നാടക സമിതിയിൽ അഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു, അടുത്ത നാടക സമിതിയിൽ വരുന്നു, അവരഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ UAE-ലൊക്കെ ഉള്ള UAE-ലല്ല, ഇവിടെ ആണെങ്കിലും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം, അമേച്ചർ നാടക സംഘങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർ ചെറിയ പ്രത്യേക ഒരു സംഘടനാബോധത്തിൻ്റെ, ഒരു സംഘടനാ ലക്ഷ്യത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ആളുകൾക്ക് എനിക്കറിയാവുന്നത് തന്നെ 10-15 വർഷമായിട്ട് അവർ കൂട്ടായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന കാര്യം അതാണ്, അത് അത്രയധികം ഒരു ഇഴയെടുപ്പവും ബഹുമാനവും പരസ്പരം സംഭവിക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നത് സ്ത്രീയുടെ ശരീരമാണ് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും പുരുഷൻ്റെ ശരീരമാണെന്ന തരത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്നത് എൻ്റെ ശരീരം തന്നെയാണ്, അല്ലെങ്കിൽ ആ ശരീരം
ആ ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൻ്റെ ചലനം സാധ്യമാകേണ്ടത് എന്നുള്ളത്. മനസ്സും ശരീരവും ഒക്കെ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ ആവശ്യമായതുകൊണ്ട് ഈ നാടക അന്തരീക്ഷത്തിൽ ഞാൻ ഇതുവരെ ഇപ്പോൾ പൊതുവേ നമ്മൾ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹേമ കമ്മീഷനൊക്കെ ആയി വന്ന ഈ സമയത്ത് പറയുന്നൊരു കാര്യമാണ്, അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും സംഭവിക്കുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടാവാം. പക്ഷേ ഒരു ചൂഷണത്തിൻ്റെ പൊതുവേ നമ്മൾ പറയുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു രണ്ടാം തരംതിരിവുകളൊന്നും ഇല്ലാത്ത ഒരു നാടക അന്തരീക്ഷമാണ് എനിക്ക് പൊതുവെ പരിചിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനന്ന് തിയേറ്റർ ക്യാമ്പിന് വന്നപ്പോൾ കുട്ടികളോട് സംസാരിക്കാനുണ്ടായിട്ടുള്ളൊരു കാര്യം. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഈ ഭരത് മുരളി നാടകോത്സവത്തിൻ്റെ ഒരു വിധി പ്രഖ്യാപനത്തിൻ്റെ സമയത്താണ് ഇവിടെ കേരളത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീപീഡന കേസ് ഉണ്ടായിട്ടുള്ളൊരു ഇര ഉണ്ടായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായത്. ആ പ്രശ്നം കത്തി നിൽക്കുന്ന മാധ്യമങ്ങളിലൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് വിധി പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് നാട്ടിൽ നിന്ന് വന്നൊരു ജഡ്ജ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഞാൻ ഓർത്തു വയ്ക്കാൻ പലയിടത്തും പറയാറുള്ളതാണ്. ഈ അന്ന് 12 നാടകങ്ങളോട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 12 നാടകങ്ങളിലൂടെ കണ്ട അതിന് ശരിക്കും സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന അരങ്ങിൽ തീപ്പന്തമായി മാറുന്ന സ്ത്രീകൾ. അരങ്ങിൽ നമ്മൾ സിനിമയൊക്കെ പറയുമ്പോൾ ഉണ്ടാവും കുളിരനായിട്ടാണ് സ്ത്രീകളെ നിർത്താറെന്നുള്ളൊരു വിമർശനമുണ്ട്. പക്ഷേ കുളിരനായിട്ടല്ല, അത് തീപ്പന്തങ്ങളായിട്ട് അരങ്ങിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീക്ക് ലഭിക്കുന്ന ബഹുമാനവും അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സ്പേസും, ആ ഒരു കൾച്ചർ, ഇപ്പോൾ ഈ നിലനിൽക്കുന്ന ഈ തിയേറ്റർ കൾച്ചർ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെവിടെ ആകമാനം നിലനിന്നാൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഈ ആക്രമണം, നമ്മൾ പറഞ്ഞില്ല, സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവല്ല, അത് ബഹുമാനിക്കപ്പെടേണ്ട, അത് അവർക്ക് തന്നെ സ്വാതന്ത്ര്യത്തോടു കൂടി നിലനിൽക്കേണ്ട ഒരു ശരീരമാണെന്നൊരു ബോധം നാടകത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ആ ജഡ്ജ് പറഞ്ഞത് ഞാനത് ഓർത്തെടുക്കാൻ പല സ്ഥലത്ത് ഞാനത് പറയാറുണ്ട്. നാടകത്തിന് അങ്ങനൊരു സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതൊരു ശരീരത്തിൻ്റെ ആഘോഷം, സാധ്യതകളുടെ ഒരു ആഘോഷമായതുകൊണ്ട് അത് ഏറ്റവും ബഹുമാനത്തോടു കൂടി പരസ്പര വിശ്വാസത്തോടു കൂടി നിലനിൽക്കേണ്ട ഒരു നാടക സംസ്കാരം പൊതുവെ സമൂഹത്തിലൂടെ ഇടപെട്ടാൽ അതിൻ്റെ ഒരു വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായൊരു പ്രതിവിധി എന്നല്ല ഞാൻ പറയുന്നത്, അത് അനവധി സൊല്യൂഷനുകളുടെ കൂട്ടത്തിൽ ഇത് ഒരു മാർഗം കൂടിയാണ്. അത് അതിനോട് എനിക്കിത് കൂടി ചേർക്കാറുള്ള നാടകരംഗത്ത് ഇപ്പോൾ സുരഭി ലക്ഷ്മി നാടകരംഗത്തിലെ തിയേറ്ററിലൂടെയാണ് അവരുടെ ഒന്ന് കൂടി ചേർക്കട്ടെ. ഭരത് മുരളി നാടകോത്സവം ഇപ്പോൾ പേരിട്ട നാടകം ആദ്യം തുടങ്ങുന്ന ആ പേരിലല്ല, കേരള സോഷ്യൽ സെന്ററിന്റെ നാടകോത്സവം നടക്കുന്ന ആദ്യത്തെ നാടകം 2009 നാടകത്തിലെ ബെസ്റ്റ് ആക്ട്രസ് സുരഭി ലക്ഷ്മിയാണ്. അവര് ഇവിടുന്ന് വന്ന് അവിടെ നാടകം യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന് പറഞ്ഞാൽ അലയിൽ നിന്നൊരു നാടക സമിതി അഭിനയിച്ച നാടകത്തിൽ അവരിവിടെ നിന്ന് അഭിനയിച്ചതാണ്. അവർക്കാണ് ആദ്യത്തെ ബെസ്റ്റ് ആക്ട്രസ് അവരാണ്. പക്ഷെ അതോടുകൂടിയിട്ട് ഒരു നിയമാവലി കൊണ്ടുവന്നു, അവിടെ റെസിഡൻസ് വിസയുള്ള ആളുകൾക്ക് മാത്രമേ നാടകം അഭിനയിക്കാൻ പറ്റൂ. മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സംവിധാനത്തിന് പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവരാം. അത് മികച്ച നാടകങ്ങൾ, പുതിയ നാടക എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടി അക്കാഡമിഷ്യൻസിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു അത് ഒഴിവ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അഭിനയിക്കുന്ന ആളുകൾ മുഴുവൻ റെസിഡൻസ് വിസ ആയിരിക്കണം. അതിനു മുമ്പ് എന്തായാലും സുരഭി ലക്ഷ്മിയുടെ അഭിനയം കാണാൻ ഞങ്ങൾക്കുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ സുരഭി ലക്ഷ്മിയൊക്കെ അത്തരമൊരു മേഖലയിലൂടെ തെളിഞ്ഞു വന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ നാടകരംഗത്തിൽ വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരുപാട് മാനസികമായിട്ട് വളരെ ഉയർന്നവരാകുന്നു എന്നുള്ളതാണ്. ആ ഒരു ഉയർന്ന ബോധത്തിന്, അതായത് ഒരു ശരീരത്തിന്റെ പരിമിതികൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബോധത്തിന് അപ്പുറമുള്ള ഒരു ബോധത്തിലേക്ക് എത്തും. അത് സുരഭിയുടെ പെരുമാറ്റത്തിലൊക്കെ അത് ആർക്കും, സുരഭീനെ പരിചയമുള്ളവർക്കൊക്കെ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായമാണ്. എനിക്കും അങ്ങനെ അറിയാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു വളരെ ഒരു മറ്റ് പല പരിചയം കുറഞ്ഞ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം അഭിനയത്തിന്റെ പേരിൽ എത്തിച്ചേരുന്ന അഭിനേത്രികളെ പോലെയല്ല സുരഭിയെ പോലെയുള്ള നാടകരംഗത്തിലൂടെ പറ്റിത്തെളിഞ്ഞു വന്ന വിഷയത്തെ നോക്കിക്കാണുന്നതും അതെ ഒരു കഥാപാത്രത്തോടുള്ള സമീപനം, അവരുടെ സമീപനമൊക്കെ വളരെ സ്വതന്ത്രവും വളരെ എന്താ പറയുക, വളരെ എനിക്കൊരു ഒറ്റ വാക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ഒരു വളരെ എന്താ പറയാ, ഒരു ഉന്നതമായൊരു ബോധം എന്ന് പറയില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നാടകത്തിന്റെ റിഹേഴ്സൽ, അത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അതിന്റെ അവതരണവും പരിശീലനവും അതിനിങ്ങനെ സമയക്രമം ഓഫീസ് സമയം പകൽ സമയത്തുമില്ല, അസമയത്ത് തന്നെയാണ് ഇത്തരം റിഹേഴ്സലുകളെല്ലാം നടക്കുന്നത്. രാത്രി തുടങ്ങി നേരം വെളുക്കുന്നവരെ നിലനിൽക്കും. അവിടെ കൂടുതലും ഉണ്ടാകുന്നത് പുരുഷന്മാരായിരിക്കും. ആ സ്ഥലത്തൊക്കെ വളരെ സ്വാതന്ത്ര്യഭാവത്തോടു കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സദാചാരത്തിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള യാതൊരു ചിന്തകൾക്കും യാതൊരു പ്രശ്നത്തിനും ഇട കൊടുക്കാതെ നാടകത്തിന് പോകുന്ന സ്ത്രീകൾ ഏതെങ്കിലും മോശപ്പെട്ട സ്ത്രീകളാണെന്നൊക്കെ മുമ്പ് കാലങ്ങളിൽ, ഒരുപക്ഷെ ഈ അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കാം, അത്തരം ഒരു ചിന്തയ്ക്ക് പോലും ഇടം ഇല്ലാത്ത തരത്തിലാണ് അവിടെ നാടക അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നാട്ടിൽ അങ്ങനെ തന്നെയാണ്. നാട്ടിൽ അതുകൊണ്ട് നമ്മളിപ്പോൾ സുരഭി ലക്ഷ്മി മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട് നാടകരംഗത്ത് നിന്ന് വന്നിട്ട് ആളുകൾ, അവരുടെ ഇടപെടലുകളിലും
അവരുടെ പ്രതികരണങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. വളരെ പ്രൊഫഷണലായിട്ട് പ്രൊഫഷണൽ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്ത സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അങ്ങോട്ട് അനുവദിച്ചു കൊടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്തൊന്നുമല്ല, അവർ അവരുണ്ടാക്കിയെടുത്ത ഒരു ആംബിയൻസും ഒരു അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു ആർജവും അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. നാടക പ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ മോഹൻലാലിന് കൊടുക്കുന്ന അതേ റെമ്യൂണറേഷൻ വേറൊരു നടിക്ക് കൊടുക്കാൻ പറ്റുമോ? അതിന് തൽക്കാലം അതിൻ്റെ വ്യാവസായികമായ തലത്തിലേക്ക് ഞാൻ ഉത്തരം പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേരിയേഷൻ, ഒരു ചെറിയ മാറ്റത്തിന് ഒരളവുണ്ടല്ലോ. ഒരാൾക്ക് കൊടുക്കുന്ന എത്ര മറ്റേ ആൾക്ക് കൊടുക്കുന്ന ഒരു താരതമ്യത്തിനുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പറയുന്നത്, സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത് പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. അതായത് അവിടെ കിട്ടുന്ന പ്രൊമിനൻസ് ആർക്കാണ്, ആ സ്ത്രീകൾക്ക് കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഒരു അരക്ഷിതാവസ്ഥ പലപ്പോഴും. കാരണം സമ്പത്ത് നിയന്ത്രിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. പക്ഷെ നാടകത്തിനെ സംബന്ധിച്ച് എന്തില്ല, അതില്ല. ഇപ്പം നമ്മൾ റെമ്യൂണറേഷൻ്റെ കാര്യം എന്തെടുത്ത് നോക്കിയാലും അവിടെ പുരുഷന് ഏതെങ്കിലും തരത്തിൽ ആധിപത്യമുള്ളത്, അവൻ്റെ നായക കഥാപാത്രത്തിന് ഏതെങ്കിലും പ്രത്യേക ഒരു ഓറ ഉണ്ടാക്കി കൊടുത്ത് നിലനിർത്തേണ്ട ആവശ്യമൊന്നും നാടകത്തിലില്ല. അവിടെ നടനാണെങ്കിലും നടിയാണെങ്കിലും കോറസ് ചെയ്യുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഒരു തുല്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മേൽക്കോയ്മ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൺസെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മേൽക്കോയ്മയും അതിന് താഴെ സുപ്പീരിയറും അതിൻ്റെ താഴെയുള്ള ആളും ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നതേയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ചൂഷണത്തിനുള്ള സാധ്യത നാടക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. ഞാൻ നാടകത്തിൻ്റെ എല്ലാ നാടകവും എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. പക്ഷേ താരതമ്യേന നമുക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാവുന്ന ഒരു അന്തരീക്ഷം ഞാൻ പരിചയിച്ച നാടക അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്.